ഉമ്മൻചാണ്ടി സാറിന് ക്യാൻസറല്ല. പിന്നെ ഒരു 5-8 മാസം മുമ്പ് കിട്ടിയിരുന്നുവെങ്കിൽ, പക്ഷേ ഇന്ന് നമ്മളോട് 5-8 ദിവസമല്ല, 5-8 മാസം മുമ്പ് കിട്ടിയിരുന്നുവെങ്കിൽ അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടാവും. കെമിക്കൽസിൻ്റെ റിയാക്ഷൻസ് പൊതുവെ ഡോക്ടർമാർ പേഷ്യൻറ്റിനോടും അവരുടെ റിലേറ്റീവ്സിനോടും പറയണം. അത് സാമാന്യ മര്യാദയാണ്. ഇപ്പോഴുള്ളതാണ്. ചിലരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ജീവൻ നഷ്ടപ്പെട്ടാൽ നമുക്ക് ശരിക്കും സന്തോഷിക്കാം, ഇവിടെ വെച്ച് തീർന്നല്ലോ എന്ന് വിചാരിക്കാം. പക്ഷെ കണ്ണ് പോയിട്ട് അവർ സമൂഹത്തിൽ ജീവിക്കാന്ന് പറയുന്നത് കണ്ണില്ലാത്ത ഒരാൾക്ക് വിഷയമല്ല. ഇടയ്ക്ക് വെച്ച് കാഴ്ച നഷ്ടപ്പെട്ട ആൾക്ക് സഹിക്കില്ല. മോശപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിയ പല ക്യാൻസർ പേഷ്യൻ്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 10-60,000 കേസുകൾ. എല്ലാവർക്കും ചികിത്സ അറിയില്ല എന്നുള്ളത് സത്യം. അതിന് ഞാനും ബാധ്യസ്ഥനാട്ടോ. എനിക്കും എല്ലാ ചികിത്സയും ഇപ്പം എനിക്കും അറിയില്ല. അതായത് ചെറിയ പ്രായത്തിൽ ക്യാൻസർ രോഗിയെ കാണാൻ വേണ്ടി 30-40 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു പോയിട്ടാണ് കണ്ടിട്ടുള്ളത്. ഈ ക്യാൻസർ ഒരു മാറാരോഗമല്ല. പക്ഷെ മരിക്കാൻ തയ്യാറാക്കി കഴുത്തിൽ കൊടുക്കിട്ട് ആകാശത്തിൽ ഞാത്തിയിട്ടിട്ട് എൻ്റെ അടുത്ത് വരരുത്. ഒന്നും വേണ്ട, കഞ്ചാവ് ഈ ക്യാൻസറുകാർക്ക് കൊടുക്കുന്ന മരുന്നല്ല കേട്ടോ, നല്ലൊരു ഔഷധമാണ്. കരുനാഗപ്പള്ളിയാണ് സ്വന്തം സ്ഥലം. അപ്പോൾ അതിൻ്റെ ഒരു 18 വർഷം കൊണ്ട് ആസ്മയിലായിരുന്നു. ഇംഗ്ലീഷിൽ ഡോക്ടർമാരെ ആദ്യം കാണിച്ചത്, അത് ന്യൂറോ ഡോക്ടർമാരോട്ട് താഴോട്ട് എല്ലാവരെയും കാണിച്ചതാണ്. ഒരു കുറവ് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഇതിങ്ങനെ വർദ്ധിച്ച് അവസാനം നമ്മുടെ ജോലിക്ക് വരെ തടസ്സമായി. ജോലി ഉപേക്ഷിച്ച് പിന്നെ ആയുർവേദം പോയി, ഹോമിയോ പോയി, എല്ലാം അവർ പറഞ്ഞ മട്ട് കഴിച്ചു. പക്ഷെ ഒന്നും മാറിയില്ല. അങ്ങനെ ഇദ്ദേഹത്തെ യൂട്യൂബ് വഴി കണ്ടതാണ്. പക്ഷേ വന്ന് ആദ്യത്തെ ദിവസം അദ്ദേഹം തന്നൊരു മരുന്ന് കഴിച്ചപ്പോൾ തന്നെ നമ്മൾ റിലീഫായി. പിന്നീട് തുടർന്ന് ബാക്കി മരുന്ന് കഴിച്ച സമയത്ത് രോഗലക്ഷണങ്ങളെല്ലാം തന്നെ അപ്രത്യക്ഷമായി. ആരോഗ്യത്തോടു കൂടി നടക്കാനും മറ്റൊന്ന് വെച്ചാൽ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വയ്ക്കുമ്പോഴേ കിടപ്പായിരുന്നു. അപ്പോൾ അതെല്ലാം മാറി പൂർണ്ണമായി നമുക്ക് ആരോഗ്യം ഫീൽ ചെയ്യുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അസുഖത്തിന് 18-20 വർഷത്തെ പഴക്കമുള്ളതുകൊണ്ട് ഒരു 5-6 മാസം ഇത് കഴിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വരുന്നത്. വൈദ്യരുടെ ഇതായിട്ട് പ്രധാന ഇത് വിഷവും കണ്ണിൻ്റെ ചികിത്സയാണ്. അപ്പോൾ നമ്മൾ ഈ ആസ്മയ്ക്ക് ചികിത്സ ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഒന്ന് വന്നേക്കെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നതാണ്. പക്ഷെ വന്നപ്പോൾ വളരെയധികം സന്തോഷത്തോടുകൂടി അസുഖം മാറുകയും നമ്മൾ ഹാപ്പിയായി നമ്മുടെ പണിക്കും പോകുന്നുണ്ട് ഇപ്പോൾ. നമസ്കാരം. മുഖങ്ങളുടെ മറ്റൊരു അധ്യാപനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിലാണുള്ളത്. ഇന്ന് വളരെയേറെ വ്യത്യസ്തനായ, എന്നാൽ സമൂഹത്തിന് ഏറെ പ്രാധാന്യമുള്ള, ആവശ്യമുള്ളൊരു വ്യക്തിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. നിങ്ങൾക്കറിയാം, അർബുദം അല്ലെങ്കിൽ ക്യാൻസർ ഒരു മാരക രോഗമാണ്. ഈ രോഗത്തിന് ചികിത്സയില്ല, അല്ലെങ്കിൽ ക്യാൻസർ വന്നാൽ കീമോയൊക്കെ ചെയ്ത് അവസാനം മരണത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് രോഗിക്ക് ഒരു കാരണവശാലും തിരികെ വരാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു മൂഢ നമുക്ക് മനസ്സിലുണ്ട്. അതിൽ നിന്ന് മമതാ മോഹൻദാസ് അടക്കമുള്ള ക്യാൻസർ സർവൈവറിനെ നമുക്ക് അറിയാം. അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തിട്ടുള്ള ചിട്ടയായിട്ടുള്ള രീതികളും നല്ല ചികിത്സകളും കാരണം ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ഒട്ടനവധി ക്യാൻസർ വിമുക്തരെ നമുക്കറിയാം. ഇവിടെ ആയുർവേദ നാട്ടറിവ് ചികിത്സകളിലൂടെ ഒരു വൈദ്യർ, പാരമ്പര്യ വൈദ്യർ ക്യാൻസറിനെ ചികിത്സിച്ച് ഭേദമാക്കിക്കൊണ്ട് ഉള്ളൊരു ജൈത്രയാത്ര നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്ന രീതിയിലൊക്കെ ആ രോഗിക്ക് എത്താൻ സാധിക്കുകയാണെങ്കിൽ, ആദ്യമേ തന്നെ ക്യാൻസർ നിർണ്ണയിച്ച ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ എത്തുകയാണെങ്കിൽ 100% അദ്ദേഹത്തിന് പൂർണ്ണത കൈവരിച്ചു കൊടുക്കുവാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും പെരിന്തൽമണ്ണയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പെരിന്തൽമണ്ണ നാരങ്ങാക്കുണ്ടിൽ റൊണാൾഡ് ഡാനിയൽ എന്ന് പറഞ്ഞ വൈദ്യൻ ഇന്ന് വളരെയേറെ പ്രശസ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ റീസ എന്ന് പറയുന്ന കടമറ്റം കുടുംബത്തിലെ ഒരു മെമ്പറായിട്ടുള്ള റീസ എന്ന് പറഞ്ഞ മാതാവിൽ നിന്നും ആവാഹിച്ച പാരമ്പര്യ വൈദ്യശാസ്ത്ര ശാഖയെ റൊണാൾഡ് വൈദ്യർ ഇന്ന് പൊതുജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 5 പതിറ്റാണ്ട് കാലത്ത് അദ്ദേഹത്തിൻ്റെ സേവന പാരമ്പര്യത്തെക്കുറിച്ചും അദ്ദേഹം ചെയ്യുന്ന ഈ പറയുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇനി ഒരുപക്ഷെ ആരോഗ്യ മേഖലയുടെ ശോചനീയാവസ്ഥയെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. നമസ്കാരം. ശരിക്കും ആധുനിക ശാസ്ത്രശാഖ ഒരുപാട് വളർന്നു എങ്കിലും ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ജീനുകളെ പുതിയ തരത്തിൽ നിർമ്മിക്കാൻ വരെ ശേഷിയുള്ള ഒരു സമൂഹമായിട്ട് ആധുനിക ശാസ്ത്ര പഠനശാഖ വളർന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഭാരതത്തിന് വലിയൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു അല്ലേ? സുശ്രുതരാണ് ഒരുപക്ഷെ ശസ്ത്രക്രിയയിലേക്ക് ലോകത്തെ നയിച്ചത്. അങ്ങനെയുള്ള ഒരുപാട് സംഭാവനകൾ നൽകിയ ഭാരതത്തിൻ്റെ ഈ നാട്ടറിവ് ശാസ്ത്രശാഖയെ
ഇന്ന് പക്ഷേ തമസ്കരിച്ചിട്ടിരിക്കുകയാണ്. അത്തരം വൈദ്യന്മാരെ, പാരമ്പര്യ വൈദ്യന്മാരെ ചികിത്സിക്കാൻ പോലും അനുമതി നൽകാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. അവിടെയാണ് റൊണാൾഡ് വൈദ്യൻ വളരെ അത്ഭുതമായിട്ടുള്ള, അല്ലെങ്കിൽ അപൂർവമായിട്ടുള്ള പിന്നെ മനുഷ്യാവകാശ കമ്മീഷന്റെ അനുമതി നേടിക്കൊണ്ട് ഒരു കുട്ടിയെ ചികിത്സിച്ച് ഭേദമാക്കിയത്. എനിക്കത് ലോകത്ത് തന്നെ അത്തരമൊരു അനുമതി നേടിക്കൊണ്ടൊരു വൈദ്യുതി പിന്നെ പ്രവർത്തിക്കാൻ തോന്നുന്ന ആദ്യത്തെ സംഭവമായിരുന്നു. ഒരാളും ഉണ്ടായില്ല. ആ കുട്ടി ഇന്ന് MBBS എന്ന് പറയുന്ന പുതിയ ശാസ്ത്രശാഖ പഠിക്കാൻ വേണ്ടിയും പോയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം. മലനാട് TV-യിലൂടെ, മലനാട് TV ഇന്ത്യയിലെ ആദ്യത്തെ ജീവകാരുണ്യ വാർത്താ ചാനലാണ്. സമൂഹത്തിന്റെ നന്മ മാധ്യമത്തിലൂടെ എന്നുള്ള ഒരു ആപ്തവാക്യം മുന്നോട്ട് പോകുമ്പോൾ അങ്ങയുടെ ജീവിതം ഞങ്ങൾക്ക് മുമ്പിൽ വരച്ചു കാട്ടുന്നത് വളരെ വലിയൊരു നന്മയുടെ ചരിത്രമാണ്. അതും ഈ പറയുന്ന ആരോഗ്യ മേഖലയിലൂടെ. ആദ്യമായിട്ട് പിന്നെ പറയുമ്പോൾ ശരിക്കും എന്നെ ഇവിടേക്ക് എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു പേഷ്യൻ്റായിട്ടുള്ള കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ബ്രിജേഷാണ്. മലനാട് TV-യെ ഈ പെരിന്തൽമണ്ണയിലെ റൊണാൾഡ് വൈദ്യൻ്റെ വീട്ടിലേക്ക് എത്തിച്ചത്, അല്ലെങ്കിൽ ഈ ചികിത്സാ കേന്ദ്രത്തിലേക്ക് എത്തിച്ചത്. ബ്രിജേഷ് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മസ്കുലർ മാസ്കേനിയ ഗ്രാവിക്സ് എന്ന് പറയുന്ന ഒരു അസുഖം, MG എന്ന് നമുക്ക് യൂട്യൂബിലൊക്കെ ചെക്ക് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ശരീരത്തിൻ്റെ മസിലുകളുടെ ശേഷിക്കുറവ് ഒരുപക്ഷെ കൺപോളകൾ പോലും തുറക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സാഹചര്യമാണ്, മോശപ്പെട്ട ഒരു സാഹചര്യമാണ്. അദ്ദേഹത്തിൻ്റെ ജീവന് തന്നെ നിലനിൽപ്പില്ലാതെ വന്നിരുന്ന ഒരു സാഹചര്യം. ഒരുപക്ഷെ ഇപ്പോഴത്തെ വലിയ വലിയ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ നേടി 50 ലക്ഷത്തിലധികം രൂപ പിന്നെ ചികിത്സാ ചെലവാക്കിയതിനു ശേഷവും തനിക്ക് പൂർണ്ണമായിട്ട് ഭേദം ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ ആളാണ് റൊണാൾഡ് വൈദ്യൻ്റെ. ഏതൊക്കെയോ പിന്നെ ഈ പറഞ്ഞ പോലെ പേഷ്യൻസ് പറഞ്ഞ പ്രകാരം പെരിന്തൽമണ്ണയിൽ എത്തി ചികിത്സ തേടുന്നത്. നമുക്ക് ബ്രിജേഷിലൂടെ തന്നെ തുടങ്ങാം. എന്തായിരുന്നു ബ്രിജേഷിൻ്റെ അസുഖം ഡോക്ടറുടെ കാഴ്ചപ്പാടിൽ? ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ കണ്ണടച്ചാണ്. നമ്മളെല്ലാവരും കണ്ണടച്ച് തുറക്കുന്നത്. അടഞ്ഞ കണ്ണ് തുറക്കണമെങ്കിൽ കൈകൊണ്ട് തുറക്കണം. അതാണ് പുള്ളിയുടെ അസുഖം. അതിന് അവസാനം 19 ലക്ഷം റുപ്യൊക്കെ അവർ മുടക്കി. അവർ വലിയ പൈസ, സാധാരണക്കാരനാണ്. പൊറോട്ട അടിക്കലാണ് പണി. അതായത് ഒരു ചായക്കട നടത്തൽ, അതിൽ പൊറോട്ട അടിക്കലാണ് പുള്ളിയുടെ ജോലി. ദിവസത്തിൽ ലക്ഷങ്ങളൊന്നും വരുമാനമില്ല. 200, 300, 400 റുപ്യാണ് കിട്ടുക. എന്തായാലും പുള്ളി അവരുടെ സംഘടനയിലുണ്ട്, വ്യാപാരി വ്യവസായി ആ സംഘടനയിലുണ്ട്. അവരൊക്കെ കൂടിയിട്ട് 50 ലക്ഷത്തിൻ്റെ മേലെ ഇതിനു വേണ്ടി ചെലവാക്കി. പക്ഷേ ഡോക്ടർമാർ അവസാനം വിധി എഴുതി ഇത് ഇൻക്യൂറബിൾ ആണ്, സുഖപ്പെടില്ല, കൺപോളം മുറിച്ച് കളയൽ മാത്രമേ മാർഗമുള്ളൂ. അതായത് അവസാനത്തെ മാർഗമാണ്. പക്ഷെ അത് മുറിച്ച് കളഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ എനിക്ക് സുഖപ്പെടുത്താൻ പറ്റിയത് അന്ന് പറ്റില്ലായിരുന്നു. അതൊരു ഭാഗ്യകാലം. ചക്കക്കുരു ഡ്രൈ ആയ പോലെ ആയി, പിന്നെ അത് പൊടിഞ്ഞു പോകും. അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇപ്പൊ പുള്ളി എൻ്റെ PA-ആണ് ബ്രജേഷ്. അതായത് എന്നെ ബന്ധപ്പെടേണ്ട ആൾക്കാർ പുള്ളിയുടെ നമ്പറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, കാരണം പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ പറ്റില്ല. അപ്പൊ അത് ബ്രജേഷാണ് അറ്റൻഡ് ചെയ്യുക. ഇതില് എനിക്ക് ഒരു വളരെ വിഷമം മനസ്സിലുള്ള ഒരു കേസ് ഇപ്പോൾ നേരത്തെ എന്നോട് ചോദിച്ചതിൻ്റെ പരിചയത്തിൽ പറയുകയാണ്. നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെ ചികിത്സിക്കാൻ പോയിരുന്നു. അന്ന് ഇവിടെയാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. എന്താണ്, ഇന്ദിരാനഗർ, ബാംഗ്ലൂർ, ചിന്മയ മിഷൻ ഹോസ്പിറ്റലിൽ. സ്വതല ഹോസ്പിറ്റലല്ല, എൻ്റെ മുമ്പിൽ ഒരു കമാൻഡർ ചാക്കോ, അദ്ദേഹത്തിൻ്റെ വീടെന്ന് പറയാൻ പറ്റില്ല, ഒരു ഭയങ്കര ബംഗ്ലാവ്, അതിലാണ് താമസം. അങ്ങനെ പുള്ളിക്ക് ഉണ്ട്, പുള്ളിന് ട്രീറ്റ്മെൻറ്റ് ഒടുങ്ങി. പക്ഷെ അതിൽ എനിക്ക് എൻ്റേതായ അനുഭവം വെച്ചിട്ട് ഉമ്മൻചാണ്ടി സാറിന് ക്യാൻസർ അല്ല. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടെന്നാൽ പിന്നെ എന്താണെന്ന് പറയും. ഇതിൽ സാധാരണ ഈ ആൾക്കാരെ പിടിച്ചു കഴിഞ്ഞാൽ ഞാനല്ല കട്ടതെന്ന് പറയാനേ പറ്റൂ, ആരാ കട്ടയെന്ന് പറയാൻ ഈ ആൾക്ക് കഴിയില്ല എന്ന രീതിയിൽ വേറെ എന്താണെന്ന് പറയേണ്ട ഗവേഷണ നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് ഏർപ്പെടാൻ എനിക്ക് പറ്റിയിട്ടില്ല. അനുമതി കിട്ടില്ല. 3-ാമത്തെ ദിവസം ആള് മരിച്ചു, എനിക്ക് കിട്ടിയിട്ട് 3-ാമത്തെ ദിവസം മരിച്ചു. പക്ഷെ ഉമ്മൻചാണ്ടി സാറിനെ ഒന്ന് തൊടാൻ കഴിഞ്ഞു എന്നുള്ള മഹാഭാഗ്യം എനിക്ക് കിട്ടിയെന്നേ ഞാൻ കാണുന്നുള്ളൂ. തീർച്ചയായിട്ടും. അങ്ങനെ അങ്ങ് പറയുമ്പം ഒരു ജനപ്രതിനിധി അങ്ങയുടെ മനസ്സിൽ എത്രത്തോളം ജീവിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? അല്ല, അത് അദ്ദേഹത്തിന് ഒരു ആ കിട്ടിയത് തന്നെ ഒരു 5-8 മാസം മുമ്പ് കിട്ടിയിരുന്നുവെങ്കിൽ, പക്ഷേ ഇന്ന് നമ്മുടെ 5-8 ദിവസമല്ല, 5-8 മാസം മുമ്പ് കിട്ടിയിരുന്നുവെങ്കിൽ അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടാവും. അതായത് നമ്മുടെ സമൂഹത്തിന്റെ കൂടെ അദ്ദേഹം കൊടുക്കാൻ പറ്റും. അത് അത്രയ്ക്കുള്ളതേ ഉള്ളൂ. അത് അദ്ദേഹത്തിന് ക്യാൻസർ അല്ല. പിന്നെ അത് എന്താണെന്ന് കണ്ടുപിടിക്കലേ വേണ്ടു. അതിനൊരു 2-3 മാസമേ ആവശ്യമുള്ളൂ. എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനെ ബ്ലോക്ക് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അത് പലതും പറയുന്നുണ്ട്. പിന്നീട് സ്ലോ പോയിസനാണ്, അങ്ങനെ പലതും എന്ത് പോയിസനാണെങ്കിലും മാറ്റാവുന്നതേ ഉള്ളൂ. ഇപ്പൊ തന്നെ അതായത് ഒരു പെൺകുട്ടി എന്ന് പറയാൻ പറ്റില്ല, 2-3 കുട്ടികളൊക്കെ ഉണ്ട് അവർക്ക്. അവർ അനസ്തേഷ്യ എടുത്തു. അനസ്തേഷ്യ എടുത്തത് പോരായ്മ വന്നു. സെക്കൻഡ് അനസ്തേഷ്യ കൊടുത്തു.
സെക്കൻഡ് എറണാകുളത്തെ കേസ്. സെക്കൻഡ് അനസ്തീഷ്യ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ കൊച്ചിൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഇപ്പോൾ പോയി. ഇപ്പോൾ എഴുതിയത് വായിക്കണമെങ്കിൽ ആ ബുക്ക് കണ്ണിനോട് ചേർത്തി പിടിക്കണം, അങ്ങനെ വായിക്കാൻ പറ്റും. കുറച്ച് അകന്നിട്ടുണ്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റിലാണ്. അതുപോലെ ഈ കെമിക്കൽസിൻ്റെ കുറേ റിയാക്ഷൻസ് വരുന്നുണ്ട്. കെമിക്കൽസിൻ്റെ റിയാക്ഷൻസ് പൊതുവെ ഡോക്ടർമാർ പേഷ്യൻറ്റിനോടും അവരുടെ റിലേറ്റീവ്സിനോടും പറയണം. അത് സാമാന്യ മര്യാദയാണ്. അത് പറയില്ല. അത് പറയാതെ വന്നിട്ട് ഇതൊക്കെ ചെയ്ത് ഇന്നില്ല അത് സ്വാഭാവികമാണെന്ന് പറഞ്ഞ് തള്ളിക്കണം. കെമിക്കൽസ് എന്നൊക്കെ ഉദ്ദേശിച്ച് മരുന്നുകളുടെയാണോ? മരുന്നുകളുടെ റിയാക്ഷൻ ആണോ അതോ മരുന്നിന്റെ റിയാക്ഷൻ? അതായത് അനസ്തേഷ്യ കൊടുത്തത് അളവ് തെറ്റിപ്പോയി. 2 പ്രാവശ്യം കൊടുത്തപ്പോൾ അനസ്തേഷ്യ കൊടുക്കണത് ഒരു മനുഷ്യനാണല്ലോ. ആ അളവിൽ ചെറിയ മിസ്റ്റേക്ക് വന്നതിൻ്റെ അടുത്ത് ഇപ്പോൾ കണ്ണടിച്ചു പോയി. 2-3 കൊച്ചുങ്ങളുള്ളതാണ്. ചിലരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ജീവൻ നഷ്ടപ്പെട്ടാൽ നമുക്ക് ശരിക്കും സന്തോഷിക്കാം, ഇവിടെ വെച്ച് തീർന്നല്ലോ എന്ന് വിചാരിക്കാം. പക്ഷെ കണ്ണ് പോയിട്ട് അവർ സമൂഹത്തിൽ ജീവിക്കാന്ന് പറയുന്നത് കണ്ണില്ലാത്ത ഒരാൾക്ക് വിഷയമല്ല. ഇടയ്ക്ക് വെച്ച് കാഴ്ച നഷ്ടപ്പെട്ട ആൾക്ക് സഹിക്കില്ല അത്. പക്ഷെ ഈ കൊച്ചിൻ്റെ കേസ് ഒക്കെയാണ്, അത് ശരിയായിക്കോളും. നമ്മുടെ ട്രീറ്റ്മെൻറ്റിലാണ്. ഒരു 1-2 മാസം കൂടി കഴിഞ്ഞ് ആ കൊച്ച് 2 വീലർ ഓടിച്ചു പോകും. അതത്രേ ഉള്ളൂ. ഈ റൊണാൾഡോ വൈദ്യനെ കുറിച്ച് കേട്ടപ്പം ഏറ്റവും കൂടുതൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നത് വളരെ എന്താണ് മോശപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിയ പല ക്യാൻസർ പേഷ്യന്റിന്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതാണ്. പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 10-10000 കേസുകൾ. ഇൻക്യൂറബിൾ എന്ന് പറയുന്ന രോഗം എൻ്റെ അറിവിലില്ല. എല്ലാവർക്കും ചികിത്സ അറിയില്ല എന്നുള്ളത് സത്യം. അതിൽ ഞാനും ബാധ്യസ്ഥനാട്ടോ. എനിക്കും എല്ലാ ചികിത്സയും ഇപ്പം എനിക്കും അറിയില്ല. പക്ഷെ അറിയാത്ത ചികിത്സ അറിയില്ല എന്ന് പറയാനായിട്ടുള്ളൊരു മഹാമനസ്കത ആയുർവേദ ആയാലും അലോപ്പതി ആയാലും ഹോമിയോ ആയാലും യുനാനി ആയാലും അക്യുപഞ്ചർ ആയാലും പാരമ്പര്യമായാലും അവരത് തുറന്ന് കാണിക്കണം. പേഷ്യൻറ്റിന് പറ്റുന്ന സ്ഥലം അന്വേഷിക്കാൻ പറ്റും. ഇതത് സമ്മതിക്കില്ല. ഇവിടുത്തെ പല ഡോക്ടേഴ്സും വന്നിട്ടുണ്ട്. MBBS-ഉം FRCS-ഉം ABCD ഒക്കെ എടുത്തിട്ടുള്ള കുറേ ഡോക്ടർമാർ അല്ല, ചികിത്സിക്കാൻ ഒരു സംഘം വേറെ ഉണ്ട്. അവരുടെ പേഷ്യൻ്റ് ഇവിടെ വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് അതിൻ്റെ കമ്മീഷൻ വേണം. MBBS പഠിച്ച ഡോക്ടറാണ് സാർ ഈ പറയണത്. അതല്ലാതെ അവർ ABCD വെറുതെ നോക്കി പഠിച്ചതല്ല. അവർക്ക് കമ്മീഷൻ വേണമെന്ന് പറഞ്ഞു വരണത്. ഒക്കെ ചായയും കൊടുത്ത് കാപ്പിയും കൊടുത്തൊക്കെ സമാധാനപ്പെടുത്തി വിടും. ഇനി വരരുതെന്നും പറയും. ഇനി വരരുതെന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ പിന്നീട് എൻ്റെ ഭാഗത്ത് മറ്റൊരു മാരക രോഗം, പേര് ഞാൻ പറയണില്ല, വന്ന് എൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് വന്നു. അപ്പം അതത്രേ ഉള്ളൂ. ആയുർവേദത്തിൽ ഞാൻ ഇതിനൊക്കെ ഒന്ന് ചോദിച്ചോട്ടെ, ആയുർവേദത്തിൽ രോഗം എന്ന് പറയുന്ന ഒരു എവിടെയോ ഇതുപോലെ പരാമർശിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു സിനിമയിലും അതങ്ങനെ പരാമർശിച്ചിട്ടുണ്ട്. മുൻ ജന്മത്തിൽ ചെയ്ത ദോഷങ്ങളോ അങ്ങനെയൊക്കെ പറയും, അങ്ങനെയൊക്കെ രോഗമായിട്ട് അവശേഷിക്കും. എനിക്ക് ഞാൻ പെട്ടെന്ന് വന്നത് ഈ ഡോക്ടറുടെ കാര്യത്തില് അദ്ദേഹത്തിന് ആ ഒരു രോഗം വരുന്നെങ്കിൽ അത് കർമ്മഫലം. അത് കർമ്മഫലം. ഇതിലിപ്പോൾ ഒന്നുമില്ല. ഞങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, നിന്റെ മക്കൾ ഇന്നലെ മീൻസ് ജനിക്കുന്നതിന് മുമ്പ് ആരായിരുന്നു? വാസ്തവം പറഞ്ഞപ്പോൾ നമുക്കും അറിയില്ല. പിന്നെ ഇപ്പോൾ ഉദ്ദേശം വെച്ചൊരു പറച്ചിലാണ്. പക്ഷെ അവിടെ ഞങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, നീ പരസ്പരം കണ്ടാൽ കൊല്ലാൻ നടന്നിരുന്നവരാണ് നിങ്ങൾ. ഈ ജന്മത്തിൽ ആരെ കൊല്ലാൻ നടന്നു അവർക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ നിന്നെ ഏൽപ്പിച്ചു. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ജീവൻ കൊടുക്കും. കഴിഞ്ഞ ജന്മത്തിൽ കൊല്ലാൻ നടക്കുകയായിരുന്നു. ഇതുപോലെ നമ്മുടെ മനസ്സിന് പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതേപോലെ ഇപ്പോൾ ഈ എല്ലാം ഉള്ള അവസ്ഥ, ഭൂമി, ചന്ദ്രൻ, സൂര്യൻ, വായു, വെള്ളം, പ്രകൃതി, അത് നമുക്ക് കാണാൻ പറ്റും മനസ്സിൽ. ഒന്നുമില്ലാത്ത അവസ്ഥ, ഭൂമിയില്ല, ചന്ദ്രനില്ല, സൂര്യനില്ല, ഞാനില്ല, നീയില്ല എന്നുള്ള അർത്ഥത്തിൽ ഒന്നുമില്ലാത്തൊരവസ്ഥ, ഇല്ലായ്മയും നമുക്ക് കാണാൻ പറ്റും. അത് കോമൺ. അടുത്തതാണ് നമ്മൾ അമ്പരപ്പിക്കുന്നത്. ഇത് രണ്ടും അല്ലാത്തൊരവസ്ഥ ഏതാ? ഒന്ന് കംപ്ലീറ്റ് ഉള്ളത്, വീട്, ചന്ദ്രൻ, സൂര്യ, ആന, ചേന, പൂന. മറ്റത് ഒന്നുമില്ലാത്തത്. അത് രണ്ടും ഇല്ലാത്തൊരവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താ? അതാണ് ചികിത്സാശാസ്ത്രം. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് മുന്നോട്ട് പോക്കേ വഴിയുള്ളൂ. ഇപ്പോൾ കേരള സർക്കാരൊക്കെ നമ്മുടെ പാരമ്പര്യത്തിന് നല്ല പ്രോത്സാഹനം തരുന്നുണ്ട്. പ്രോത്സാഹനം തരുന്നുണ്ട് മീൻസ് അവർ ആനനെ വാങ്ങി തരണമെന്നല്ല പറയണത്. ചുരുങ്ങിയ പക്ഷം പിടിച്ച് അകത്തിടേണ്ട കേസ് ഇടാതിരിക്കുകയെങ്കിലും ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റവരെ അതിൻ്റെ പിന്നാലെ കൂടിയിട്ടുണ്ട്. ഈ പാരമ്പര്യം ഇതിൻ്റെ ഉള്ള ദോഷം എന്താണെങ്കിൽ, പഴയ കാലത്ത് ഡോക്ടർമാരായിട്ടുള്ളവർ, MBBS-ഉം കൂട്ടൊക്കെ എടുത്ത ഡോക്ടർമാരായിട്ടുള്ളവർ അച്ഛൻ്റെയോ അച്ചാച്ചൻ്റെയോ ബന്ധുക്കളുടെയോ പൈസ കൊണ്ടാണ് ഡോക്ടറാവുന്നത്. അതെ, ഒരുപക്ഷെ അവരുടെ ഇഷ്ടം പോലും ആയിരിക്കത്തില്ല ആ രംഗത്തോട്. പക്ഷെ ഇന്നിപ്പോൾ അത് നേരെ മറിച്ചാ. ഇന്നിപ്പോൾ ലോൺ എടുത്തിട്ടും പോക്കറ്റ് അടിച്ചിട്ടും പിന്നെ മറ്റു പലതും വീട്ടിലെ മറ്റു പലതും രഹസ്യമായിട്ട് പലർക്ക് കൊടുത്തിട്ടൊക്കെയാണ് ഇന്നിപ്പോൾ പലരും ഡോക്ടറാവുന്നത്. ഡോക്ടറായി കഴിഞ്ഞ് വലിയ ആനക്കുട്ടിയായി എന്നുള്ള ഡോക്ടറല്ല കേട്ടോ,
മനസ്സിലായില്ല, ഡോക്ടറല്ല, ഡോക്ടറിന്റെ മകള് അങ്ങനെ ഡോക്ടറാവണത്. അപ്പൊ ഇവർക്ക് പറ്റണത് എന്താണെങ്കിൽ അവർക്ക് ആ പബ്ലിക്കിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പോരായ്മ വരും. പഴയ കാലത്ത് പൈസ ഒരു ഇഷ്ടം പോലെ കണ്ടതാണ്. ഒരു രോഗി ഡോക്ടറെ കാണാൻ ചെന്ന് പുള്ളിക്ക് 100, 200, 500 കൊടുത്തു. ആ പൈസ എടുത്തപ്പോൾ ഒരു 500ന്റെ കൂടെ ഒരു 100ന്റെ നോട്ടും കൂടി കണ്ട ഇപ്പോഴുള്ള ഡോക്ടർമാർ ആ 100ന്റെ നോട്ടും വലിക്ക് കണ്ണുവയ്ക്കും. അതും കൂടി ഇതിൽ വെക്കണ്ടോ എന്നുള്ളത്. പണ്ടത്തെ ഡോക്ടർമാരെന്ന് പറഞ്ഞത് കണ്ടു വലുതായതാണ്. ഒരു പാവപ്പെട്ട രോഗികളാണെങ്കിൽ ഫ്രീ മരുന്ന് കൊടുക്കും. പക്ഷെ ഇപ്പൊ പറ്റിയത് എന്താണെങ്കിൽ കച്ചവടമായി, ഒക്കെ ബിസിനസ്സായി. അപ്പൊ അത് ഡോക്ടർ എന്ന് പറയുമ്പോൾ പഴയ കാലത്തെ ഡോക്ടർക്കൊക്കെ ജീവൻ പോലും കൊടുക്കാൻ തയ്യാറാ പബ്ലിക്. അതേ ഡോക്ടർമാർക്ക് പടിയും കൊള്ളുന്നുണ്ട്. അത് പണ്ടില്ല. തീർച്ചയായിട്ടും പലപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ക്യാൻസർ പോലെയുള്ള മാരക രോഗത്തിൽ നിന്നും രോഗികളെ മുക്തമാക്കുന്ന ഡോക്ടർ എന്ത് തേടി. അതെ, ഇതിന്റെ സിസ്റ്റം അങ്ങനെയാണ്. ചികിത്സ എന്ന് പറയുന്നത് ഒരു പ്രത്യേക രോഗമാണ്. അതിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് അതിനെക്കുറിച്ച് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലേ പഠിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റും. മാറാത്തൊരു രോഗം എന്ന് പറയുന്നതില്ല. ഇപ്പോൾ ചോദിക്കുക ഈ ഷുഗർ മാറുമോ? ഷുഗറും മാറും, പക്ഷെ അതിൻ്റെ ചിട്ടകൾ അതിനേക്കാളും നല്ലത് നല്ല ഒന്നാം തരം നമ്പൂരിയായിട്ട് മാറില്ല. അത് രാവിലെ 3 മണിക്ക് എണീക്കുക, വൈകിട്ട് 6 മണിയാകുമ്പോഴേക്കും കിടന്നുറങ്ങുക. ഇതൊന്നും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പ്രാക്ടിക്കലല്ല. അതാണ് ഞാൻ പറയുന്നത്, മാറാനുള്ള മാർഗത്തിൽ സ്വീകരിച്ചാൽ നമ്മൾ പഴയ കാലത്തേക്ക് പോകും. അത് അസാധ്യമാണ്. ഇപ്പോൾ കാലത്തിനനുസരിച്ച് പോകണ്ടേ. 9 മണിക്കാണ് നേരം വെളുക്കുക. ഡോക്ടറുടെ ഏറ്റവും കൂടുതൽ ചികിത്സിച്ച വളരെ അക്യൂട്ടായിട്ടുള്ള ഒരുപാട് രോഗികളുടെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടു. അവരെയൊക്കെ ചികിത്സിക്കുമ്പോൾ ഈ ക്യാൻസർ പണ്ട് നമ്മളൊരു 10 അല്ലെങ്കിൽ അങ്ങയുടെ ചെറിയ പ്രായം 7 വയസ്സിൽ അങ്ങ് ഈ ശാസ്ത്രശാലയിലേക്ക് വന്ന ആളാണ്. അതായത് ചെറിയ പ്രായത്തിൽ ക്യാൻസർ രോഗിയെ കാണാൻ വേണ്ടി 30-40 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു പോയിട്ടാണ് കണ്ടിട്ടുള്ളത്. സമൂഹത്തിൽ വളരെ റെയറാണ്. അതായത് പണ്ട് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ക്യാൻസർ രോഗിയാണെന്ന് ഉറപ്പിക്കണം. ഇന്ന് ഡോക്ടർമാർ പാപ്സ്മിയർ ടെസ്റ്റ് നടത്തിയിട്ടാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ഊഹം വെച്ചിട്ടാണ്. ക്യാൻസർ എന്ന് പറഞ്ഞാൽ സീനിയർ ഡോക്ടർ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ജൂനിയറിസ്റ്റ് ഒക്കെ ക്യാൻസർ ആണെന്ന് പറയും. കീമോ ഒന്നും ഒരു ചികിത്സയല്ല. അല്ല, ഞാൻ പറയണതല്ല, WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിക്ലെയർ ചെയ്തതാണ്. അപ്പൊ അതൊന്നും ഇപ്പൊ ഇവർക്ക് ബാധകമല്ല. അവര് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് എന്നിട്ട് എന്ത് ചികിത്സിച്ചിട്ടും മാറാതെ ആവുമ്പോഴാണ് ഇത് ക്യാൻസറാന്ന് കൺഫേം ചെയ്ത ഡോക്ടർക്ക് സമാധാനം. ജീവിതത്തിൽ ഞങ്ങൾ പറഞ്ഞ ക്യാൻസർ തന്നെയാണ് രോഗം, അവർക്ക് ഇപ്പോഴാണ് സമാധാനമാവുന്നത്. ഒരാൾക്ക് ക്യാൻസറാന്ന് ഉറപ്പിക്കുമ്പോൾ. അപ്പൊ ഇതൊന്നും ഇതിന്റെ വഴിയല്ല. നമ്മൾ രോഗീനെ കാണേണ്ടത് രോഗിയുടെ അസുഖം മാറ്റില്ല. പിന്നെ ഇപ്പൊ എന്നെ പോലെയുള്ള പലരും പെട്ടെന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അലോപ്പതിനെ കുറ്റം പറയുന്ന ഒരു രീതിയുണ്ട്. അതും ശരിയല്ല. അതിനും അലോപ്പതി മനുഷ്യർക്കുള്ളതാണ്. നല്ല കാര്യങ്ങൾ അതിൽ നിന്ന് എടുത്തൂടെ? അതാണ് നല്ല കാര്യങ്ങൾ അതിൽ നിന്ന് എടുത്തൂടെ? നല്ല കാര്യങ്ങൾ എടുക്കില്ല. അവർ കള്ളന്മാരാണ്, കൊള്ളക്കാരാന്ന് പറഞ്ഞ് അവരങ്ങോട്ട് ഇത് പരസ്പരം ചെയ്യാന്നല്ലാണ്ട് ഒരു പണി ചെയ്യലില്ല. ഇത് ഒന്നിച്ച് നിന്നാല് വലിയ ആയുഷ് പോലെയുള്ള സംവിധാനങ്ങൾ വരുന്നുണ്ട്. ഒന്നിച്ചു ചെയ്യൽ നല്ലതാണ്. പക്ഷെ ഒന്നിച്ചു ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണെങ്കിൽ അവിടെ ഞാനെന്ന ഭാവമാണ് നമുക്കൊക്കെ ഉള്ളതിലത്തെ ഏറ്റവും വലിയ അപകടം. നിന്റെ ശത്രു നീയാണെന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഇതിന്റെ അവസ്ഥ. ഞാൻ ആരാന്ന് മനസ്സിലാക്കിയ യുദ്ധമില്ല. എവിടെ ബുദ്ധി നശിക്കുന്നു അവിടെ യുദ്ധം ഉണ്ടാവുന്ന. ഇപ്പൊ ഈ പൊതുവിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കി ഇപ്പൊ ബുദ്ധി ഇല്ലാത്തടത്ത് അടി വരുന്നുള്ളൂ, ബുദ്ധിയുള്ളടത്ത് വരുന്നില്ല. ഒഴിഞ്ഞു പോവുക, പറഞ്ഞു തീരുക, അത്രയേ ഉള്ളൂ. എന്താ സാർ അറിയില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ ക്യാൻസറിനെ കുറിച്ച് തന്നെയാണ്. കാരണം മലനാട് ടിവിയുടെ ഒരു പ്രോഗ്രാമിന്റെ പേര് തന്നെ വാർ അഗൈൻസ്റ്റ് ക്യാൻസർ എന്നാണ്. അതായത് ഭക്ഷണത്തിൽ നിന്നാണ് ഈ പറയുന്ന രോഗങ്ങളെല്ലാം. പെസ്റ്റിസൈഡ് ഫ്രീ ഇന്ത്യ ഞങ്ങളുടെ സ്വപ്നമാണ്. അതായത് ഈ പറയുന്ന കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങൾ അത് നമ്മളെ ക്യാൻസറും പിന്നെ ജനറ്റിക് വൈകല്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നിന്നൊരു മോചനം നേടാനായിട്ട് രാജ്യത്തെ എല്ലാ അതോറിറ്റീസിനോടും സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ മിനിസ്റ്ററിയോടും മലനാട് ടി വി പറഞ്ഞിട്ട് ഇന്ന് വരെ അവരാരും അത് ചെവിക്കൊള്ളുന്നില്ല. കൃഷി വകുപ്പ് മന്ത്രിയുടെ അടക്കമുള്ളവരോട് പറഞ്ഞാൽ പോലും അവർക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ലെന്നാണ് പറഞ്ഞത്. കാരണം അടുത്ത രാജ്യമായിട്ടുള്ള ശ്രീലങ്കയിൽ സംഭവിച്ചതൊക്കെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. പെസ്റ്റിസൈഡ് ഫ്രീ ശ്രീലങ്കയാക്കി അവിടെ രാജ്യം തന്നെ തകർന്നു പോയി സാമ്പത്തിക വ്യവസ്ഥയിൽ എന്നൊക്കെ പറയുമ്പം രോഹിണി അഗ്രോ സയൻസ് പ്രൊമോട്ട് ചെയ്യുന്ന മലനാട് ടിവിയുടെ നല്ല നാട്, അതിൽ ഞങ്ങൾ കുറേയധികം ജൈവ കർഷകരെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ കൃഷിക്കാർക്ക് തന്നെ ക്യാൻസറും ആസ്മയും പോലെയുള്ള ഈ സ്പ്രേ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ ഈ പറയുന്ന രോഹിണി അഗ്രോ സയൻസിന്റെ ജൈവ കാർഷിക മേഖലയിൽ പരിപോഷിപ്പിക്കുന്ന മരുന്നുകൾ എന്ന് തന്നെ പറയാം. അത് ഭക്ഷണം എന്നാണ് പുള്ളി പറഞ്ഞത്, ഫുഡെന്ന് പറഞ്ഞത്. ആ ഫുഡ് കൊടുത്ത് കൃഷിയെ അത് മണ്ണിന്റെ ഇതുണ്ടല്ലോ നമ്മുടെ ഘടനയെ തന്നെ മാറ്റിയിട്ട് pH വാല്യൂ കൂട്ടിയിട്ടാണ് കൃഷിയിലേക്ക് തന്നെ അത് ചെയ്യാൻ ഡോക്ടർ അനിൽകുമാർ പ്രേരിപ്പിക്കുന്നത്. അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലും ടാറ്റയിലും ഒക്കെ അദ്ദേഹം കെമിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് തോന്നിയ ഒരു ചേഞ്ചാണ്
എൻ്റെ സമൂഹത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാസപദാർത്ഥങ്ങൾ ഓർഗാനിക്കായിട്ട് കൃഷി എങ്ങനെ മാറ്റാം. ഇന്ന് ഒരുപാട് കർഷകർ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നുണ്ട്. 3 മടങ്ങ് അതിന് വിളവ് കിട്ടുന്നു. പലരുടെയും ഒരു സംശയമാണ് ഈ രാസപദാർത്ഥങ്ങൾ അടിച്ചില്ലെങ്കിൽ വിളവ് കിട്ടത്തില്ല, അല്ലെങ്കിൽ കീടങ്ങളൊന്നും നശിക്കും. ഇതൊന്നുമല്ല, എല്ലാത്തിനും അദ്ദേഹത്തിനും ഇതുണ്ട്. പക്ഷേ അവിടെ ഞാൻ ഈ പറയുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വിഷം പാക്കറ്റിലാക്കി കൊടുത്താലും ഒരു കുഴപ്പമില്ല. ഭക്ഷണം അത് വാങ്ങി കഴിച്ചോളും അല്ലേ? ആ ഭക്ഷണം കഴിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ക്യാൻസർ പോലുള്ള അതുപോലെയുള്ള മാരക രോഗങ്ങൾ വരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ എങ്ങനെയാണ് ഈ ക്യാൻസറൊക്കെ വന്നു കഴിഞ്ഞാൽ ആ രോഗിയെ കീമോയൊക്കെ ചെയ്തിട്ട് പിന്നെ കൈവിട്ടു പോവുക ചെയ്യുന്നത്. ഇവൻ മമതാ മോഹൻദാസ് അടക്കമുള്ള സ്ത്രീകളോട് എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. ഞാനൊരു ക്യാൻസർ സർവൈവർ ആണ് എന്ന് പറയുകയും ക്യാൻസറിനെതിരെ ബോധവൽക്കരണം അവരുടെ ജീവിതത്തോട് നടത്തുകയും ചെയ്യുന്ന സിനിമാ നടിയാണ് മമതാ മോഹൻദാസ്. അതുപോലെ തന്നെ ജോസ് കെ മാണി സാറിൻ്റെ വൈഫ്, പുള്ളിക്കാരിയും ക്യാൻസർ സർവൈവർ ആണെന്ന് സ്വന്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഈ അവരെയൊക്കെ മുഖ്യധാര ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എന്താണ് ഡോക്ടർ ചെയ്യുന്നത്? നമ്മുടെ അടുത്തേക്ക് വരിക എന്നുള്ളത് നിർബന്ധമാണ്. വെള്ളമില്ലാന്ന് കരുതിയിട്ട് കടല് കുളത്തിലേക്ക് പോവില്ല. അപ്പൊ അവര് വന്നാൽ മാറ്റി കൊടുക്കും. തീർച്ചയായിട്ടും ജോസ് അദ്ദേഹത്തിന്റെ അച്ഛൻ മാണി സാറ് വന്നാലും അതന്നെ ചെയ്യും. അതെ അതെ. അല്ല എന്താണ് അങ്ങനെ ഇപ്പം എല്ലാവർക്കും ഡോക്ടേഴ്സിനെല്ലാം അല്ലെങ്കിൽ ആയുർവേദം, പാരമ്പര്യം, നാട്ടറിവ് എന്നൊക്കെ പറയുന്നത് തന്നെ നമുക്ക് ഓരോ മരുന്നുകളുടെയും അതിന്റെ 5-6 ഗുണങ്ങളുണ്ടല്ലേ? എല്ലാത്തിനും ഗുണങ്ങൾ. ആ ഗുണങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അതിന്റെ കൂട്ടുകളിലൂടെയാണ് പിന്നീട് വൈദ്യുതി ഉയരുന്നത്. സ്വാഭാവികമായിട്ടും ഒന്നും വേണ്ട. നമ്മള് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന പഞ്ചസാര, അവിടെയും ഞാനിപ്പോ ഒരു നുണ പറഞ്ഞു കേട്ടോ. പഞ്ചസാരല്ല, പഞ്ചസാരം. അതിന്റെ പേര് ശരിക്കതാ. കോമൺ ആയിട്ട് നമ്മൾ ചിന്തിച്ചാൽ, ലോജിക്കായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാല് പഞ്ചസാരം 5 കാര്യങ്ങൾ. ഇപ്പൊ നമുക്ക് പഞ്ചസാര എന്ന് പറഞ്ഞ് കിട്ടുന്നതിൽ 5 കാര്യം ഏതാണ്? ഇല്ല. അപ്പൊ 5 കാര്യമുള്ളത് മറ്റു ചിലതാണ്. അത് ഇരിപ്പക്കാതിലെ ഇരട്ടി മധുരം, താളിമാതളത്തിൻ പഴം, ലന്തപ്പഴം, മുന്തിരിപ്പഴം. ഈ 5 എണ്ണം കൂട്ടിയിട്ട് സ്പെഷ്യൽ റേഷ്യോയിൽ പാകപ്പെടുത്തി എടുക്കുന്നതാണ് പഞ്ചസാരം. അതിന്റെ 0 കളഞ്ഞു, സാര. പിന്നെ മഹാത്മാഗാന്ധിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വെളുത്ത വിഷമാക്കി മാറ്റി. ഇപ്പോൾ വൈറ്റ് റൈസ്, അതൊക്കെ സർക്കാർ നിരോധിക്കേണ്ടതാണ്. വൈറ്റ് റൈസ് അതിന്റെ തവിട് കളഞ്ഞാൽ മനുഷ്യന് രോഗം വരത്തില്ല. അത് നിരോധിക്കില്ല. സിഗരറ്റിന്റെ പിന്നിലെ കുറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അതിന് കുറെ നിയമമൊക്കെ കൊണ്ടുവന്നു. സിഗരറ്റ് വലിക്കുന്നവൻ മരിക്കാൻ തയ്യാറായിട്ടാണ് വലിക്കേണ്ടത്. തൂങ്ങി മരിക്കാൻ തയ്യാറായവനെ നമ്മൾ പിടിച്ചെടുത്തൊന്നും വേണ്ട, അവൻ പോയി തൂങ്ങി ചത്തോളും. സിഗരറ്റ് വലിച്ചിട്ടാവണം അങ്ങനെ ചത്തോട്ടയും വിചാരിക്കണം. പക്ഷെ ഈ അരിയും കൂട്ടാൻ കഴിക്കുന്നത് ഗതികേടിനാണ്. എന്നാൽ അവർക്ക് ചെയ്തോടൊന്നും വേണ്ട. നമ്മുടെ പഞ്ചസാര, ആ ബ്രൗൺ കളറിലുള്ള പഞ്ചസാരയ്ക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് ഉണ്ട് ഇപ്പോൾ കിട്ടുന്ന വെള്ളേനേക്കാളും വിട്ടിട്ട്. സർക്കാർ അങ്ങനെ ഒരു നിയമം കൊണ്ടിരിക്കുക. അപ്പോൾ സർക്കാരിന് കൊറോണ കാലത്ത് നമ്മൾ കാണേണ്ട മനുഷ്യനെ എങ്ങനെ കൊല്ലാമെന്നുള്ള ഗവേഷണത്തിലായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ രീതിയിൽ പോയ സർക്കാരും ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ. എത്ര ആൾക്കാർ വാക്സിൻ എടുത്തിട്ട് മരിക്കുകയുണ്ടായി? എവിഡൻസ് ഇല്ല. വാക്സിൻ എടുത്ത് മരിച്ചതിന് എവിഡൻസ് ഇല്ല. എവിഡൻസ് ഇല്ല എന്ന് പറയുന്നത് അന്വേഷണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. കൃത്യമായ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ മാലപ്പടക്കം പോലെ അതിൻ്റെ റിസൾട്ട് കിട്ടും. പക്ഷെ അത് വേണ്ട. ലോകത്ത് ജനസംഖ്യ 800 കോടി ജനമുണ്ട്, 100 കോടിയായിട്ട്. പോപ്പുലേഷനൊക്കെ അതാത് സമയത്ത് ഇല്ലാതെയാവാൻ പ്രകൃതി ഓരോന്നും ഉണ്ടാക്കുന്നുണ്ട്. അതിനിപ്പോ ഇവര് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബിൽഗേറ്റ്സും കൂട്ടമൊന്നും പ്രകൃതി ഉണ്ടാക്കുന്നുണ്ട്. ആ പ്രകൃതിക്ക് വിട്ടുകൊടുക്കില്ല. അത്രേ ഉള്ളൂ. അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നവർക്ക് ഇതൊന്നുമില്ല. പക്ഷെ നിയമം കർശനമാക്കി കൊണ്ടുവരൽ നിർബന്ധമാണ്. ഇപ്പൊ PHOയിലുള്ള വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം കഴിക്കണമെന്ന് ഡോക്ടർമാരാ പഠിപ്പിക്കണത്. നിങ്ങൾക്ക് രോഗം വരാതിരിക്കാൻ ഞങ്ങളുടെ വക ഔദാര്യം എന്ന രീതിയിലാണ്. തിളപ്പിച്ചാറിയ വെള്ളം കഴിച്ച PHOയിൽ ഇല്ല. സകല രോഗം അവർക്ക് വരും. അവർക്ക് രോഗം വരണം. അപ്പോഴല്ലേ നിനക്കും എനിക്കും 500 കിട്ടണമെങ്കിൽ അവർക്ക് രോഗം വരണം എന്നാണ് പരസ്യ മീറ്റിങ്ങിൽ അവർ പറഞ്ഞതിൻ്റെ ചെവികൊണ്ട് കേട്ടതാണ്. നിനക്കും എനിക്കെന്ന് വെച്ചാൽ ഡോക്ടർമാരുടെ ഗ്രൂപ്പാണ്, ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷെ നിനക്ക് രോഗം വരുത്തിയിട്ട് എനിക്ക് വരുമാനം വേണമെന്ന് ചിന്തിക്കുന്നത് ഒരു ക്രൈമാണ്. പക്ഷേ വൈദ്യം എന്ന് പറയുമ്പോഴത്തേക്ക് അലോപ്പതി ആകട്ടെ, ആയുർവേദമാകട്ടെ, ഈ പറഞ്ഞ പഞ്ചശാസ്ത്രശാല എന്തുമായിക്കട്ടെ, ആയുഷ് പോലെ, അവിടെ വൈദ്യത്തിന് ഒരു പണ്ടൊക്കെ നമ്മൾ പറയുന്നത് കൈപുണ്യം അല്ലെങ്കിൽ ഈശ്വരൻ, അത് നിർബന്ധമാണ്. അപ്പം ഈശ്വരന്റെ സ്ഥാനമുള്ള ഇടങ്ങളാണ് ഈ ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്താണെങ്കിൽ ഇത് ഉണ്ടാക്കാൻ ഓരോ നിബന്ധനകളുണ്ട്. ഒന്നും വേണ്ട, ഗരുഡക്കൊടി മരുന്നുണ്ടാക്കാൻ എടുക്കുമ്പോൾ നാളം കിട്ടുന്ന സ്ഥലത്തുനിന്ന് എടുക്കണം. നാളം മീൻസ് വളക്ക്.
പിന്നെ കാപ്പ് കെട്ടണം, നൂല് മഞ്ഞളൊക്കെ ചുറ്റിയിട്ടൊരു കെട്ടലാണ്. ആ കെട്ടണത് ആ മഞ്ഞളിൻ്റെ ചില സംഭവങ്ങൾ ഗരുഡക്കൊടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ പുറത്തു നിന്ന് നമ്മൾ നോക്കുമ്പോൾ അത് മന്ത്രവാദം പോലെ, പ്രത്യേകിച്ച് അന്തരീക്ഷം സുഷുമ്നയിൽ നിൽക്കുന്ന സമയത്ത് വേണം ചെയ്യാൻ, പാതിരാത്രി. അപ്പം അത് മന്ത്രവാദമായി. എന്നിട്ട് നമ്മളൊക്കെ പറയും ചെയ്യും മന്ത്രവാദം തട്ടിപ്പാണെന്ന്. ശരി, അത് തട്ടിപ്പാണ്, എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് രോഗം മാറിയ പോരെ എന്നല്ല പറയുന്നത്. മന്ത്രവാദം എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുക, മന്ത്രവാദം തട്ടിപ്പാണെന്നും പറയാം. ശരി, ഒരു കാര്യം തട്ടിപ്പാണെന്ന് പറയണമെങ്കിൽ അദ്ദേഹം പഠിക്കണം. അത് ആർക്കും അവിടെ മന്ത്രവാദം അറിയാം? ആർക്കും അറിയില്ല എന്നല്ല ഞാൻ പറയുന്നത്, ആരൊക്കെയോ ചിലരുണ്ട്. പക്ഷെ മന്ത്രവാദം പഠിക്കാത്തവരാണ് തട്ടിപ്പാണ് പഠിച്ചിട്ട് പറയട്ടെ തട്ടിപ്പാണ്. അവർ പഠിക്കാൻ അവർക്ക് നേരമില്ല. ഓം എന്ന് കൃത്യമായി പറയാൻ അറിയാത്തവരാണ് മന്ത്രവാദം തട്ടിപ്പാന്ന് പറയുന്നത്. ഞാൻ ശരിയെന്നല്ല പറയുന്നത്, ശരിയല്ല എന്ന് പറയാൻ യു മസ്റ്റ് സ്റ്റഡി ഇറ്റ്. അതിനാരുമില്ല. തീർച്ചയായിട്ടും നമ്മുടെ ഒരു പാരമ്പര്യം തന്നെ ഈ പറഞ്ഞ പോലെ കടപ്പറ്റത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാരമ്പര്യമുണ്ട് അല്ലേ? അത് ഓരോന്നും അങ്ങനെയാണ്. അപ്പൊ ഇനി മറ്റൊരു നമ്മൾ പറഞ്ഞായിരുന്നു മുള്ളാർകുറിശി രാജൻ ജേക്കബിന്റെ മകളുടെ ഒരു വിഷയം പറയായിരുന്നു. അത് ശരിക്കും എനിക്കൊന്ന് പിന്നെ കൊച്ചിനെ മൂത്രം ഒഴിക്കുന്നത് പശുപാല് പോലെയാണ്, പാലാണെന്ന് ആരും വിചാരിക്കുള്ളൂ. മൂത്രം ഒഴിക്കുന്നത് ഒരു ഗ്ലാസ്സിലെടുത്ത് മാറ്റി വെച്ച ചായ ഉണ്ടാക്കുമ്പോൾ അതിൽ കൂട്ടിപ്പോവും നമ്മൾ. ഡിറ്റോ പാല്, ടേസ്റ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കണ്ണിന് കണ്ടാലും കണ്ണിന് കാണുമ്പോൾ ഒരു കൊഴുപ്പില്ലേ, ആ കൊഴുപ്പും പാലിൻ്റെ കൊഴുപ്പാണ്. പിന്നെ ഭയങ്കര പനി വിടലില്ല. പാരസെറ്റമോളൊക്കെ കൊടുത്താൽ 2 മണിക്കൂർ നേരത്തേക്ക് പനി വിടും. എന്നിട്ട് അവസാനം ഡോക്ടർമാർ പറഞ്ഞ് ഈ കൊച്ചിന് യൂറിൻ ബ്ലാഡർ ഇല്ല, എത്രയും പെട്ടെന്ന് യൂറിൻ ബ്ലാഡർ മാറ്റി വയ്ക്കണം. അതൊരാഴ്ചക്കുള്ളിൽ മാറ്റി വെച്ചാൽ കൊച്ചിന് സുഖമായിട്ട് ജീവിക്കാം. വാട്ടർ ബെഡിൽ എന്ന് പറഞ്ഞാൽ അതിനേക്കാണെങ്കിൽ ഇഞ്ചക്ട് ചെയ്ത് കൊന്നു കളയാം, സുഖമായിട്ട് ജീവിക്കാം. പിന്നെ ആ സമയത്താണ് എനിക്ക് കിട്ടിയത്. ഇപ്പോൾ കൊച്ചി MBBS പഠിക്കാം, അത്രയേ ഉള്ളൂ. ഇതിൽ അസാധ്യമൊന്നും പറയാനൊന്നുമില്ല. പക്ഷെ സാധ്യമാക്കാൻ പണിപ്പെടണം, റിസർച്ച് വേണം. രോഗിയും പണിപ്പെടണം, വൈദ്യരും ഡോക്ടർ ആരാണ് അവരൊക്കെ ഒരുമിച്ച് പണിപ്പെടണം. അപ്പോഴേ സാധ്യമാവുള്ളൂ, അതല്ലാതെ കാര്യമില്ല. തീർച്ചയായിട്ടും. അതുപോലെ പിന്നെ ഈ പറയുന്നത് പോലെ നമ്മളുടെ ബ്രിജേഷിനെ പോലെയുള്ള ആളുകളുടെ വളരെ റെയറായിട്ട്, ഇപ്പം എനിക്ക് തോന്നുന്നു ആധുനിക ശാസ്ത്രശാഖ പറയുന്നത് കോടികൾക്കിടയിൽ ഒരാൾക്ക് ഒരു എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ ഒരുപാട് പേര് ഇവിടെ വന്നു എന്ന് പറയുന്നു. കോടികളും ഡോക്ടർമാർക്കൊന്നും വരിയില്ല. അവര് ഇപ്പൊ നമ്മുടെ 100 ചില്ലാനും കോടി മനുഷ്യരാണ് ഇപ്പോൾ ഉള്ളത്, ഇന്ത്യയിലുള്ളത്. അപ്പൊ അത് കാഴ്ചപ്പാട് പ്രകാരം പറഞ്ഞ 2-3 ആള് 3-4 ആൾക്ക് വരേണ്ട ആൾക്കാരെ കേരളത്തിൽ നിന്ന് ഇതേ രോഗം വന്നിട്ട് 1000 പേരെങ്കിലും എൻ്റെ അടുത്ത് മലയാളികൾ എത്തിയിട്ടുണ്ട്. അതിന്റെ കോസ് എന്താണ്? ഈ മസ്കുലർ ഡിസീസ് വരാൻ കാരണം എന്താണ്? ഈ പറയുന്ന ക്ഷീണം. കോശം വർക്ക് ചെയ്യണില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല, TV-യിൽ വരുന്ന പരസ്യക്കാർക്ക് വേണ്ടിയിട്ടാണ്. കുട്ടികൾ ചോക്ലേറ്റ് കഴിക്കണ പോലെയാ. ആ ചോക്ലേറ്റ് തന്നെ വേണം. അതിന്റെ പേരെന്താ? വീട്ടിൽ അമ്മ നല്ലൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്, ആർക്ക് വേണമെന്നാ പറയാ. അതായത് അമ്മ ഈ പ്ലാസ്റ്റിക്കിലൊന്നും പൊതിഞ്ഞിട്ട് അപ്പൊ TV-യിൽ കാണണം, അത് വേണം. അതന്നെ ഇപ്പൊ നമ്മുടെ സ്ഥിതി. അതിന്റെ മന്തി എന്ന് പറയണത് ആദ്യകാലങ്ങളിൽ ഒരു വെറുപ്പുള്ള വാക്കാണ്. ഇതൊരു മന്തിയാന്ന് പറഞ്ഞാൽ തലയ്ക്ക് സുഖമില്ലാത്ത ആളോ എന്നുള്ള അർത്ഥം. ഇപ്പൊ മന്തിയാണ് നമ്മൾ കഴിക്കേണ്ടത്, തലയ്ക്ക് സുഖമില്ലാത്തതിനെ കഴിച്ചുകൊണ്ട് കുറ്റപ്പെടുത്തല്ല സാർ. അപ്പൊ നമ്മുടെ രീതികൾ മാറി, അതിനനുസരിച്ച് നമ്മുടെ കോശങ്ങൾ മാറി, ബുദ്ധിക്കടക്കം അത് മാറ്റം വരും. ആ മാറ്റമാണ് നമ്മളവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് സമയമുണ്ട് തിരിച്ചെത്താൻ വേണ്ടിയിട്ട്. പരിപൂർണമായിട്ട് തിരിച്ചെത്താന്ന് പറയില്ല, മാറ്റാൻ നമുക്ക് സമയമുണ്ട്, പണിപ്പെട്ടാൽ. അതെ, അവിടേക്കാണ് ഞാൻ വീണ്ടും വരുന്നത്. ഇപ്പം നമുക്ക് നേരത്തെ അങ്ങ് പറഞ്ഞു കിലോമീറ്ററുകൾ 10-30 കിലോമീറ്ററുകൾ യാത്ര ചെയ്താൽ ഒരു ക്യാൻസർ പേഷ്യന്റിനെ കേരളത്തിൽ ഷുഗർ പേഷ്യന്റിനെ കാണാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ ജീവിതശൈലി രോഗങ്ങൾ അന്നും അന്നുണ്ടായിരുന്നില്ല. അതെ, രോഗങ്ങൾ അന്നുണ്ട്, പക്ഷെ രോഗത്തിനെ പുറത്തു വരാൻ അനുവദിച്ചിരുന്നില്ല. പിന്നെ പൊതുവിലുള്ള അടുത്തൊരു തട്ടിപ്പ് സാറ് കേട്ടോളൂ, ആരെ പരിശോധിച്ചാലും ക്യാൻസർ ഉണ്ട്. ആരെ പരിശോധിച്ചാലും ശരീരത്തിൽ ക്യാൻസർ ഉണ്ട്. അതായത് ഇപ്പോൾ സംസാരിക്കണം നമ്മുടെ 2 ആളുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ട്. അതായത് ക്യാൻസർ ഇല്ലാത്തൊരു ബോഡി, ജീവനുള്ള ശരീരം. ഞാൻ ഉദ്ദേശിക്കുന്നത് സെല്ലുകളുടെ നാശത്തിനാണ് ക്യാൻസർ എന്ന് പറയുന്നത്. സെല്ലുകൾ നശിപ്പിക്കുന്ന ചില പ്രത്യേക വിഭാഗത്തിന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഈ എല്ലാവരുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ട്, പരിശോധിച്ചത് കണ്ട ഉടനെ വിധി എഴുതിയ മൈ ഗോഡ് മറ്റതാ. ഈ മറ്റേതെന്ന് പറഞ്ഞാൽ കേൾക്കണമെന്ന് സമാധാനമായി. ക്യാൻസറാന്ന് ബോധ്യപ്പെട്ടു. ഒന്ന് ആലോചിക്കുക. അതേസമയത്ത് ക്യാൻസറാന്ന് പറഞ്ഞാൽ എന്തെന്ന് ചോദിക്കും, മറ്റേതാന്ന് പറഞ്ഞപ്പോൾ ബോധ്യമായി. പിന്നെ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ആരംഭിച്ചു. എന്നാൽ ക്യാൻസറിനെ പോലെ ട്രീറ്റ്മെന്റ് ഉണ്ടാവും.
ഈ കീമോ എന്ന് പറയുമ്പോഴത്തേക്ക് ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ്. പക്ഷെ ചില ഒരു 10 കീമോ കഴിഞ്ഞ രോഗി പിന്നെ ഒന്നിനും കൊള്ളാത്ത രീതിയിൽ അവശനാണ്. രോഗം വന്ന കോശങ്ങളെ നശിപ്പിക്കലാണ് കീമോയുടെ ഉദ്ദേശം. അത് കണ്ടുപിടിച്ചിട്ടുള്ള സ്ത്രീ അതിനു വേണ്ടിയിട്ടാണ് കണ്ടുപിടിച്ചത്. അവരുടെ നല്ല മനസ്സ് കാരണം സൗജന്യമായിട്ട് അത് ലോകത്തിന് കൊടുത്തു. അതൊക്കെ നല്ല കാര്യം. പക്ഷെ ഇത് കടന്നു പോകുന്ന വഴിക്ക് ആരുണ്ട് അവരൊക്കെ കൊന്നിട്ടാ പോവുക. അപ്പം നല്ല കോശങ്ങളെ അല്ലാത്ത കോശങ്ങളെ ഇത് കൊല്ലും. അവിടെ ഇത് ദോഷം ചെയ്തു. ഇത് ശരീരത്തിൽ നിന്ന് നശിപ്പിക്കുന്ന കോശം പുറത്തു പോകുന്നില്ലല്ലോ. പിന്നെ ഞാൻ ചോദിക്കട്ടെ സാർ, ഒരാളെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ് ചെയ്ത് അവർ പരിശോധനകളൊക്കെ കഴിഞ്ഞു, അസുഖം മാറി, പിന്നെ പുറത്തിങ്ങനെ തട്ടിയിട്ടൊരു പറച്ചിലുണ്ട്, യു ആർ ഓക്കെ ഡൺ. അപ്പം രോഗി ഒന്നും കൂടി സന്തോഷവാനായി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഡോക്ടർക്ക് ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഇറങ്ങണ സമയത്ത് ഒരു സെക്കൻഡ് ഒരു 5-6 മാസം കൂടുമ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ സംശയം അതല്ല സാർ, സ്ഥിരമായിട്ട് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ഒരു ഹോട്ടൽ എന്നുള്ളതല്ല, ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഒരു 5-6 മാസം കൂടുമ്പോൾ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയാറുണ്ടോ? പിന്നെ ഇവർ മാത്രം എന്തായി ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്? അവർക്ക് ഉറപ്പാണ് ഞങ്ങൾ ചെയ്ത തട്ടിപ്പ് 5-6 മാസം കഴിഞ്ഞാൽ പുറത്തേക്കാണ്. എന്നിട്ടും വരുന്നില്ലെങ്കിൽ അപ്പോൾ അവർക്ക് ഒന്നും കൂടി ഉറപ്പായി ഞാൻ ചികിത്സിച്ചത് ക്യാൻസർ അല്ലായിരുന്നു. പുറത്ത് പറയുമോ ഞാൻ ക്യാൻസർ മാറ്റിയെന്നല്ലേ പറയാം? ഈ ചതിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞില്ല, ജോസ് കെ മാണി സാറിൻ്റെ വൈഫ് എത്തിയിട്ടില്ല എൻ്റെ അടുത്ത്. എത്തിയാൽ നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും എന്തായാലും വേണം. ഇത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വൈദ്യരെ ഒന്ന് സന്ദർശിക്കുന്നത് നല്ലതാണ്. ഇത് കണ്ടുപിടിക്കുന്ന എല്ലാവരും, കാരണം ഇത്രത്തോളം കോൺഫിഡൻസ് ആയിട്ട് ഉറപ്പോടുകൂടി ഏത് ക്യാൻസർ രോഗിയും സമയത്തിന് എത്തുകയാണെങ്കിൽ, പിന്നെ ഏറ്റവും ദുർഘടമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ട് എത്തുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. പക്ഷെ എത്തുകയാണെങ്കിൽ സമയമനുസരിച്ച് ഇപ്പം രോഗം കണ്ടെത്തി ചികിത്സിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ആദ്യമേ തന്നെയാണെങ്കിൽ ആ രോഗി ജീവിതത്തിൽ തിരികെ നടത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ക്യാൻസർ ഒരു മാറാരോഗമല്ല. പക്ഷെ മരിക്കാൻ തയ്യാറാക്കി കഴുത്തിൽ കൊടുക്കിട്ട് ആകാശത്തിൽ ഞാത്തിയിട്ടിട്ട് എൻ്റെ അടുത്ത് വരരുത്. ആളെ ഉണങ്ങാൻ കിടക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് എന്താ കാര്യം? അതിന് മുമ്പ് വരണം. പിന്നെ മരുന്ന് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി അവർക്ക് വേണം. ഓരോ ശരീരത്തിന് വേണം, പോക്കറ്റിനും വേണം. അതിന് പ്രത്യേകത എന്താണെങ്കിൽ ചിലർക്ക് കൊടുക്കുക, ഞാൻ ഇപ്പോൾ പരസ്യമായിട്ട് മരുന്നുകളുടെ പേര് പറയണില്ല, പിന്നെ ഫോറസ്റ്റുകാർക്ക് പണിയാവും. എൻ്റെ പേരിൽ ആ പേര് പറയണില്ല. അങ്ങനെയുള്ള പല മരുന്നുകളുണ്ട്. ഇപ്പോൾ ഒന്നും വേണ്ട, കഞ്ചാവ് ഈ ക്യാൻസറുകാർക്ക് കൊടുക്കുന്ന മരുന്നല്ല കേട്ടോ, നല്ലൊരു ഔഷധമാണ്. തീർച്ചയായിട്ടും പുരാണത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ. പുരാണം മാത്രമല്ല, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലും ഗൾഫല്ല ചില വിദേശ രാജ്യങ്ങളിലും യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ അതിൻ്റെ നല്ല രീതിയിലുള്ള വ്യാപാരം ആരംഭിച്ചു കഴിഞ്ഞു. ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വേണ്ടവരെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും കള്ളു കുടിക്കണം എന്നല്ല പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പെസ്റ്റിസൈഡ് മാഫിയയാണ് രാജ്യം ഭരിക്കുന്നതെന്ന് ചില മന്ത്രിമാരുമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ആരോഗ്യ മേഖല മറ്റ് വിദേശ യൂറോപ്യൻ രാജ്യങ്ങളിൽ അത് സൗജന്യമാണ് പൊതുജനത്തിന്. CSR ഫണ്ട് നിർബന്ധപൂർവ്വം കളക്ട് ചെയ്തിട്ട് ആ മേഖലയും വിദ്യാഭ്യാസ മേഖലയും സൗജന്യമാക്കിയെടുത്ത് ഇന്ത്യയിൽ ഇന്നും ഇത് ചൂഷണത്തിന് വിധേയമാക്കിക്കൊണ്ട് സ്വകാര്യ മേഖലകളിൽ നടക്കുകയാണ്. അവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഈ മേഖലയെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ള മേഖലയിൽ രജിസ്ട്രേഷൻ ചെയ്ത ചില സ്ഥാപനങ്ങളാണ് അല്ലേ? അതിൽ നമുക്ക് തുറന്നു പറയാൻ ഒരു യാതൊരു മതിയില്ല. അമൃതാനന്ദമയ മഠവും ബിലീവേഴ്സ് ചർച്ച് പോലെയുള്ള സ്ഥാപനങ്ങൾ, മുത്തൂറ്റ് പോലെയുള്ള സ്ഥാപനങ്ങളെല്ലാം അവരുടെ ജീവകാരുണ്യ പിന്നെ NGO രജിസ്റ്റർ ചെയ്തിട്ട് അവർ നടത്തുന്ന NGOയുടെ ഒരു മറവിലാണ് ഇതെല്ലാം നടത്തുന്നത്. ഒരൊറ്റ ഈ ഹോസ്പിറ്റലുകളിലും അങ്ങ് ഈ പറഞ്ഞതുപോലെ ഒരു രോഗിയെ ചികിത്സിക്കാൻ മലനാട് ജീവി 10-40 ലക്ഷം രൂപ, വേണ്ടടുത്ത് 20 ലക്ഷം രൂപ വാർത്തകളുടെ കളക്ട് ചെയ്ത് കൊടുത്ത ഒരു മജ്ജ മാറ്റി വയ്ക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ രക്ഷപ്പെടുത്തുവാൻ അവർ പണം ആവശ്യപ്പെട്ടിട്ട് ചികിത്സ നിഷേധിച്ചതിന് പേരിൽ വൈകിട്ടുണ്ട് അമൃത ഹോസ്പിറ്റൽ. അപ്പൊ എവിടെയാണ് അവരുടെ ജീവകാരുണ്യം അല്ലേ? ആ ഒരു മേഖലയിലാണ് നിസ്വാർത്ഥമായിട്ട് ചെയ്ത നഴ്സുമാരുടെ കാര്യം തന്നെ പിടിച്ചത്. അതെ അതെ അതെ. അപ്പൊ ഇതൊരു ക്രിമിനൽ വിഭാഗങ്ങളുടെ കൈകളിലേക്ക് ആരോഗ്യ എന്നുള്ളത് അതിന്റെ കൂട്ടാം. അതെ, കൊമേഴ്ഷ്യലൈസേഷന്റെ ഭാഗമാണ്, ബിസിനസ് ആക്കിയിട്ടുണ്ട്. അവിടെയാണ് നാട്ടറിവ് പോലെയുള്ള മേഖലകളിൽ നിന്ന് നാട്ടുവൈദ്യം ശീലിച്ചിട്ട് ജനങ്ങളിൽ അത് പിന്നെ ആത്മാർത്ഥതയോടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് കുറച്ച് പേരെങ്കിലും ജീവിതത്തിലേക്ക് തിരികെ നടത്തുവാൻ അങ്ങേപ്പോലുള്ള നമുക്ക് സാധിക്കുന്നത്.
ശരിക്കും ക്യാൻസർ രോഗികൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിലും 3.5 കോടി ജനങ്ങളിലും ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത ക്യാൻസർ ഉണ്ടാകും. ഇന്ത്യയിലും ഈ പറഞ്ഞ 150 കോടി ജനങ്ങളിലും ക്യാൻസറിന്റെ വിത്തുകൾ ഉണ്ടാകാം, ഇല്ലേ? കൂടിയും കുറഞ്ഞു ഇരിക്കുമെന്നേ ഉള്ളൂ. അവിടെ പിന്നെ എങ്ങനെയാണ് അങ്ങനെ ഇപ്പം തേടി വരുന്നവർക്ക് നമുക്ക് എന്ത് ആത്മവിശ്വാസം പകരാൻ കഴിയുക? അതായത് ഇത് ക്യാൻസർ മാറാരോഗമല്ലാന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജീവിച്ചിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ. ശൈലിയിൽ മാറ്റങ്ങൾ വേണം. ആ ശൈലിയിൽ വേണ്ട ചെറിയ ചെറിയ മാറ്റങ്ങളെ വേണ്ടു. അത് ചെയ്യാൻ തയ്യാറായാൽ ക്യാൻസർ തന്നെ വരില്ല. ക്യാൻസർ വരാനുള്ള ചാൻസ് നമ്മൾ കൊടുക്കണില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ക്യാൻസർ വരാത്തവർക്കും ഇത് നമുക്ക് ഇപ്പൊ ഡോക്ടറിന്റെ വാക്കുകളുടെ ശ്രദ്ധേയമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നാളെ താനൊരു ക്യാൻസർ രോഗി ആകാതിരിക്കാനും ഈ ശൈലി ഇനി ചികിത്സയുടെ ആവശ്യമില്ല. അവരെന്തൊക്കെയാ വേണ്ടത്? നമ്മൾ ചിട്ടകളിൽ കുറെ മാറ്റങ്ങൾ വരുത്താം. അത് ചെറുവക ചിട്ടകൾ മാറ്റം ഒന്നും വേണ്ട. ലോകത്ത് ഇപ്പോഴുള്ള രോഗങ്ങളിൽ ഒരു 50% രോഗം വരാതിരിക്കാൻ ഒരു കാര്യം ചെയ്താൽ മതി. അടുക്കളയിൽ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ, പാം ഓയിൽ, സൂര്യകാന്തി ഓയിൽ പോലുള്ള അതൊക്കെ, പാരഫിൻ ഓയിലൊക്കെ മാറ്റിയിട്ട് ഉരുക്ക് വെളിച്ചെണ്ണ, വെന്ത വെളിച്ചെണ്ണയാക്കുക. ഒരു 10-12 കൊല്ലം സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ വീട്ടിൽ 80% രോഗങ്ങൾ പിന്നെ വരില്ല. പക്ഷെ വലിയ എക്സ്പെൻസ് ആണത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അവിടെയാണ് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങണത്. റെഡിമെയ്ഡ് വാങ്ങിയ അത് കൊളായി. അതായത് 2 രൂപ ലാഭം കിട്ടുന്ന സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരു രൂപ 50 പൈസ നഷ്ടപ്പെടുത്തും. അപ്പൊ ഈ 10 രൂപ ലാഭം കിട്ടാനോ? ഓരോരുത്തർ പലപ്പോഴും പറയാറുണ്ടായിരുന്നു, അന്നമാണ് ഔഷധം, അടുക്കളയാണ് ആശുപത്രി. അത് സത്യമാണ്. അതുപോലെ അങ്ങനെ പറയുന്നത് ഇപ്പം ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ വെളിച്ചെണ്ണ പലപ്പോഴും പല മേഖലയിൽ നിന്ന് കേട്ടുണ്ട് കൊളസ്ട്രോൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ വലിയ ഒരു കോപ്പം ഉണ്ടാക്കില്ല, ഒരു കോപ്പം ഉണ്ടാക്കില്ല. ഡോക്ടർമാർക്കും വൈദ്യന്മാർക്കും കൊളസ്ട്രോൾ ഉണ്ടാക്കും. ഒരു പണിയില്ലാണ്ടിരിക്കുകയാണ്. അപ്പൊ ചിലപ്പോ കൊളസ്ട്രോളും തടിയൊക്കെ വരാം. അതിന് വിട്ട് ഒന്നും വരത്തില്ല. വെളിച്ചെണ്ണ ഔഷധമാണ്. അതന്നെ ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാല് സാധനം തോക്കാണ്. ഇത് AK-47 ആണെന്ന് പറയണ പോലെയായി ഉരുക്ക് വെളിച്ചെണ്ണ. പക്ഷെ ഉരുക്ക് വെളിച്ചെണ്ണ നമ്മളൊരു വീട്ടിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുക ഒരു മാസം 500 രൂപ ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത് ഉരുക്ക് വെളിച്ചെണ്ണ ആണെങ്കിൽ 5000 രൂപയെങ്കിലും വരും. പക്ഷെ അവിടെ നമ്മൾ ഈ ഒരു ചെറിയ സൂത്രം ചെയ്യേണ്ടത്, നമ്മൾ സ്വയം ഉണ്ടാക്കണം അത് വീട്ടില്. അത് ഒറിജിനലാണെന്ന് നമുക്ക് ഉറപ്പാണ്. പക്ഷെ എനിക്കിപ്പം ഒരു സന്തോഷമുള്ളത്, ചില ആളുകളെങ്കിലും തങ്ങളുടെ കുപ്പിയിൽ ഇത് ഉരുക്ക് വെളിച്ചെണ്ണയാണ്, ഇതിൽ മായമുണ്ടെന്ന് കണ്ടെത്തിയാൽ പാരിതോഷികം തരാമെന്നുള്ള ഉറപ്പ് നൽകി ബിസിനസ് ചെയ്യുന്നവരും നമ്മൾ കണ്ടെത്തുന്നു. അങ്ങനെയും പല ബിസിനസ്സും ഒക്കെ ഉണ്ട്. ഞാൻ പറയുന്നത്, ഉപയോഗിക്കുന്ന ആൾക്ക് ഇതിന് ഗ്യാരണ്ടി എന്താ ഉള്ളത്? ഉപയോഗിക്കുന്ന ഇപ്പം പേഷ്യന്റിന് ഗ്യാരണ്ടി കൊടുക്കുന്ന പോലെയാണ്. നിങ്ങളുടെ രോഗം മാറും, ഞാൻ ഗ്യാരണ്ടി. നിങ്ങൾ തത്തപ്പനോട് ചോദിക്കോ? അറബ് രാജ്യങ്ങളിലൊക്കെ ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ ലേബിൾ ചെറിയ പ്രോഡക്റ്റ് കൊടുത്താൽ ഉരുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ അവന്റെ തല കണ്ടിച്ച് കളയും, അല്ലേ? ആ പണി ഇവിടെ വരണം. അപ്പൊ നമ്മൾ പൊതുവിൽ പറയാനൊരു കാര്യമുണ്ട്, അറബുകൾക്ക് ബുദ്ധിയില്ല. അവിടെ നിയമങ്ങൾ ഇവിടെ കൊണ്ടുവരണം. അങ്ങയുടെ ചികിത്സാ രീതികളെ കുറിച്ചോ അങ്ങയുടെ ചികിത്സാ രീതികളെ കുറിച്ചോ ഒന്ന് പരാമർശിക്കാം. അതായത് ഏതൊക്കെ ദിവസങ്ങളിലാണ് അങ്ങയെ കാണുക? ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലാണ് ഇവിടെ സ്ഥിരമായിട്ടുണ്ടാവുക. പെരിന്തൽമണ്ണ അതല്ലാതെ വേറെ എവിടെ ചികിത്സിക്കുന്നുണ്ട്? വേറെ എവിടെയില്ല. 10 മണി ഒന്നും വേണ്ട. സാറിന്റെ വീട്ടിൽ ഞാനൊരു കാര്യത്തിന് വന്നിരിക്കാം. ആ സമയത്ത് ഇപ്പൊ അവിടെ 1-2 രോഗികൾ വന്നാൽ നോക്കില്ല എന്നല്ല. അതിന് വിട്ട് ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഇന്ന സ്ഥലത്ത് രണ്ടാമത്തെ കൺസൾട്ടിങ് അതില്ല. പിന്നെ ഇപ്പൊ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റാറില്ല. അതിന്റെ പേരിൽ ഞാൻ ആക്കിയിട്ടുള്ള നേരത്തെ പറഞ്ഞ ബ്രജേഷിന്റെ PA ആയിട്ട് നിശ്ചയിച്ചിരിക്കുക. അപ്പൊ ഞാൻ സ്ഥലത്തുണ്ടോ സ്ഥലത്തില്ലേ, ഈ രോഗം എടുക്കില്ല എന്നൊക്കെ പുള്ളിക്ക് പറയാൻ പറ്റും. ഞാൻ പറയുന്ന അതേപടി പറയാൻ കുട്ടിക്ക് കഴിയില്ല, കാരണം വൈദ്യരല്ലല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ വേറെ ഒരു കാര്യം ചോദിച്ചത്, ഇപ്പം ബ്രിജേഷ് കാസർഗോഡുകാരനാണ്. കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് അങ്ങേ കാണാൻ ഇവിടെ ആളുകൾ പുറത്തിരിപ്പുണ്ട്. എന്നുള്ളവരാണ് ഈ പറയുന്ന റൊണാൾഡോ ഡാനിയൽ വൈദ്യൻ ചികിത്സിച്ച രോഗികളുടെ മൗത്ത് പബ്ലിസിറ്റിയുടെ ശ്രദ്ധേയനായി തുടങ്ങിയത് എന്ന് പറയാറ്. അത് അതായത് കാലങ്ങൾ കുറെ ഞങ്ങൾ പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കല്ലേ. അപ്പൊ ഞാൻ ആയിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥമില്ല. അമ്മയായിട്ടാ കൊണ്ടുവന്നിട്ടുള്ളത്. ഞാനത് വണ്ടി പോണ സമയത്തും തള്ളി കൊടുത്തു എന്ന് പറയണ പോലെ ഒപ്പം നിന്നു മാത്രമേ ഉള്ളൂ. പിന്നെന്താണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യാറുണ്ടോ? നമ്മൾ എപ്പോഴും ഉണ്ടോ? ഇല്ല. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നൊരു കാര്യമുണ്ട്, അവരവരുടെ ഫീൽഡിൽ ഗവേഷണം നടത്തുക. ആ ഒരു അസുഖം എനിക്കും ഉണ്ട്. അതിങ്ങനെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ പല ഗുണങ്ങളും രോഗികൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പൊതുവിൽ ഇതൊക്കെ കേട്ടിട്ട് ആരും ഇയാളുടെ അടുത്ത് പോയി രോഗം മാറുന്ന കരുതിയിട്ട് ഓടി വരുമൊന്നും വേണ്ട. എല്ലാവരുടെയും രോഗം മാറുന്ന വിഷയമല്ല. എന്റെ അനുഭവത്തിൽ പറഞ്ഞാൽ 100 പേഷ്യന്റ് എത്തിക്കഴിഞ്ഞാൽ 60 ആളും മരിച്ചു പോകും. മരിക്കേണ്ട തലേദിവസം എൻ്റെ അടുത്തേക്ക് വരിക.
ഒരു 40% ആണ് അപ്രോക്സിമേറ്റ് രക്ഷപ്പെടുക. അപ്പൊ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മാറും ഇല്ല എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഒരു രോഗി ഗ്യാരണ്ടി ചോദിക്കുന്നേക്കാളും നല്ലതും ചികിത്സിച്ച രോഗിയെ കണ്ട് അവർ ഇന്റർവ്യൂ നടത്തുക ചെയ്യുന്നത്. നിങ്ങൾ ചികിത്സിച്ചോ അവരുടെ രോഗം എന്തായിരുന്നു, ഇന്നതായിരുന്നു, മാറിയോ, അവർ ചോദിച്ചറിയട്ടെ. ഗ്യാരണ്ടി നമ്മളെങ്ങനെയാ കൊടുക്കുക? മനുഷ്യന് പല പരിമിതികളുണ്ട്. ആ പരിമിതി വെച്ചിട്ട് ഗ്യാരണ്ടി കൊടുക്കാൻ സാധിക്കില്ല. അറിയണം. ഓക്കെ, മതി. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ ഇപ്പം ചൊവ്വ മുതൽ വ്യാഴം, ചൊവ്വ 4 വരെ. ഇത് ഈ സ്ഥലത്തിന്റെ പേര് നാരങ്ങാക്കുണ്ട്. പെരിന്തൽമണ്ണ ടൗണിൽ നിന്ന് നാരങ്ങാക്കുണ്ടിലേക്ക് കൃത്യം 1000 മീറ്റർ, അതായത് 1 കിലോമീറ്റർ ഉള്ളൂ. താരീത റോഡാന്ന് കണ്ടത്. അപ്പൊ ഈ കിടത്തി ചികിത്സിക്കേണ്ട സാഹചര്യം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അത് ഇപ്പൊ പുതിയ നിയമപ്രകാരം 2018 വരെ ഹൈക്കോടതിയുടെ സ്പെഷ്യൽ പെർമിഷൻ എനിക്കുണ്ട്. ഓക്കെ. ആ അനുമതിയും കൂട്ടൊക്കെ ഇല്ലാതെ, സുപ്രീം കോടതിന്റെ ഓർഡറും കൂട്ടൊക്കെ ആയിട്ട് ഇല്ലാതെ ഇപ്പൊ പാരമ്പര്യ വൈദ്യന്മാര് ഭാരതത്തിൽ ചികിത്സിക്കാൻ പാടില്ല. ഒക്കെ കള്ളന്മാരാ. ശരിക്കും വലിയൊരു ശാസ്ത്രശാഖ മണ്ണിട്ട് മൂടുകയല്ലേ? മണ്ണിട്ട് മൂടാൻ ശ്രമിക്കുകയാണ്. മൂടാൻ കഴിയില്ല. അത് പ്രകൃതിയുടെ നയമാണ്. ഭാരതത്തിന്റെ ചില പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിന് ഇല്ലാതെയാക്കാൻ കഴിയില്ല. അത് ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ അവിടെ തന്നെ നിൽക്കും. പിന്നെ എന്നിട്ടും ഈ നാട്ടറിവ് പോലെയുള്ള അല്ലെങ്കിൽ ട്രഡീഷണൽ വൈദ്യം, ആദിവാസി വൈദ്യത്തിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സർക്കാർ പല ഗദ്ദിക പോലെയുള്ള പരിപാടികളിലൊക്കെ അവർക്ക് വേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇത് രണ്ട് വൈരുദ്ധ്യമല്ലേ? പലതും ഒരുക്കണുണ്ട് എന്നുള്ളതേ ഉള്ളൂ, ഒരുക്കി കൊടുക്കലില്ല. ഇപ്പൊ ആദിവാസി എന്ന് പറഞ്ഞാൽ അവർക്ക് ചികിത്സയിൽ പരിമിതികളുണ്ട്. അതറിഞ്ഞിട്ടാണ് അത് അവരായിക്കോട്ടെ എന്ന് മോഡേൺ സയൻസ് ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ആദിവാസി അല്ലേ, ഇത്രയ്ക്കുള്ള പബ്ലിക് അവിടെ പോവുള്ളൂ. അതേസമയത്ത് ഇതിന്റെ പിന്നിലത്തെ രഹസ്യം എന്താണെങ്കിൽ, പാമ്പിനെ നമ്മൾ കണ്ടാല് നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഒരു പാമ്പിനെ കണ്ട അവിടെ തന്നെ ആ വടി കൊടുക്കുക എന്ന് പറഞ്ഞ് സർക്കാർ ഉണ്ടാക്കിയിട്ട് സഞ്ചിയിലാക്കി സ്വർണ്ണനൂല് കൊണ്ട് കെട്ടി കൊടുങ്കാട്ടിൽ കൊണ്ടുപോയി പാലും കൊടുത്തിട്ട് ഒഴിച്ചു വിടുന്ന പണിയൊന്നുമില്ല. അതിന് തല്ലി കൊല്ലും, അതിനോട് മാറ്റിയിടും, അല്ലെങ്കിൽ കുഴിച്ചിടും. പക്ഷെ ആ സംഭവത്തിലേക്ക് വരുന്ന സമയത്ത് വീട്ടിൽ നോക്കിയിട്ട് പറയും, അതിനങ്ങോട്ട് വിട്ടു, അത് ചേരയാ, വിഷമില്ലാന്ന് ചുരുക്കം. അതായത് ചികിത്സ അറിയാത്ത വൈദ്യന്മാരെ മറ്റവർക്ക് വിഷമല്ല. ആ സമയത്ത് തന്നെ അതിന് വിട എടുത്താൽ അത് മൂർഖനാണ്. മീൻസ് ചികിത്സ അറിയുന്ന ആളാണെങ്കിൽ അതിന് തല്ലി കൊല്ലും. ഇതാണ് ഇപ്പൊ നടക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. വൈദ്യശാഖയാകട്ടെ മറ്റൊരു ഇതര മേഖലയാകട്ടെ അർത്ഥവൈദ്യനാളെ കൊല്ലുമെന്നും പറയാറുണ്ട്. അപ്പം ചിലരെങ്കിലും ഇത് ചൂഷണം ചെയ്തതിന്റെ ദുരുപയോഗം ചെയ്തതിന്റെ ഇങ്ങനെ ഒരു ഇല്ലാത്തൊരു ഫീൽഡില്ലല്ലോ. അതെ. അപ്പൊ അതുകൊണ്ട് നന്മയുള്ള ആളുകൾ, നന്മയുള്ള വൈദ്യശാഖ, നന്മയുള്ള വൈദ്യർ, അവരൊക്കെ സമൂഹത്തിൽ നിലനിർത്തേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിവിടെ ഇത്രയും ജനങ്ങൾ അദ്ദേഹത്തെ തേടി ഇവിടെ എത്തുന്നത് ഈ 3 ദിവസം. എന്തായാലും വൈദ്യരുടെ ഈ ഒരു ജീവിത സമർപ്പണമാണ് ഞാനിത് പറഞ്ഞത്. അമ്മ കാണിച്ചു തന്ന വലിയൊരു തിരുനാളം അങ്ങ് വീണ്ടും പ്രകൃതിക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. ആ ഒരു നാളത്തെ അത് പ്രോജ്വലിച്ച് നിൽക്കട്ടെ. എല്ലാം തുറന്നു പറയാനുള്ളൊരു മനസ്സ് അങ്ങ് കാണിക്കുന്നുണ്ട്. മലബാർ ജീവിയും അതുപോലെ തന്നെ ആകും എന്നാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ആകും എന്ന് ഉറപ്പ് നൽകുന്നു അങ്ങോടൊപ്പം. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ മൗനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കുറ്റം കണ്ടാൽ അതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്നത് ഏറ്റവും വലിയ ക്രൈം എന്ന് പറയുന്നത്, അത് ക്രൈമിനേക്കാളും മേലെ. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യാവകാശ രംഗത്തും പ്രകൃതി സംരക്ഷണ രംഗത്തും ജീവകാരുണ്യ മേഖലയിലും ഇന്ത്യയിൽ നിലകൊള്ളുന്ന ഒരു മാധ്യമം ഒന്നേ ഉള്ളൂ. അത് മലനാട് ജീവിനെ ഞങ്ങൾ അനൗൺസ് ചെയ്തേക്കുന്നത്. ഗൂഗിൾ ചെയ്താൽ അല്ലെങ്കിൽ ലോകത്ത് എവിടെയും ഒരു രാഷ്ട്രീയത്തിന്റെ പേരിലോ മതത്തിന്റെ പേരിലോ അല്ലാത്ത കോമൺ ആയിട്ട് നിൽക്കുന്ന ഒരു മാധ്യമം ഉണ്ടായില്ല. അപ്പം എന്തായാലും ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. ബ്രിജേഷിനെ പോലെ ഒരു അങ്ങയുടെ ശിഷ്യൻ അല്ലെങ്കിൽ അങ്ങയുടെ ഒരു രോഗി ഇവിടെ ഞങ്ങളെ എത്തിച്ചതിന് ഞങ്ങൾ സുഹൃത്തുക്കളാട്ടോ. നിങ്ങളുടെ സുഹൃത്തുക്കളും അസിസ്റ്റന്റും ഒക്കെ ആയി. എന്തായാലും ബ്രിജേഷിന് വളരെ സന്തോഷം. മലനാട് ടിവിയിലൂടെ ലോകത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടുതൽ അറിയട്ടെ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെക്കാൾ കൂടുതൽ നമ്മൾ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത്, അല്ലേ? ഈ രംഗത്ത് നിലനിർത്തേണ്ട കാര്യങ്ങൾ. എന്നാൽ അത് നിയമനിർമ്മാണ സഭകളാണ് തീരുമാനിക്കേണ്ടത്. അത്തരം മേഖലകളിൽ ഇരിക്കുന്നവർക്കും ബുദ്ധി ഉദിക്കട്ടെ എന്ന്. അല്ല, ഒരു കാര്യം പറയാനുള്ളത്, ഇതിനെ ഇല്ലാതെയാക്കാൻ ഈശ്വരൻ വിചാരിച്ചാൽ പറ്റൂല. അത് മനുഷ്യരിൽ അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞു. തീർച്ചയായിട്ടും. പിന്നെ ഒന്ന് മസം പിടുത്തലും ഒരു അകറ്റി നിർത്തലൊക്കെ പറ്റും. അത് താൽക്കാലികമാണ്. തീർച്ചയായിട്ടും. ഇത് ഒഴിവാക്കാൻ പറ്റുന്ന സംഭവമല്ല. ഇതിപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു മാറാരോഗം വന്നു, ഇതിന് വേറെ മരുന്നില്ല എന്ന് വരികയാണെങ്കിൽ നാളെ ഇവിടെ എത്തും. അപ്പോൾ അയാൾ പാരമ്പര്യ വൈദ്യനായി പോയി പണി നോക്കട്ടെ എന്നൊന്നും പറയില്ല. അപ്പോൾ അവരവർക്ക് ആവശ്യം വരുന്ന ഒരു ഘട്ടം വരിക എന്നുള്ളതാണ്. ആ ഘട്ടത്തിലേക്ക് എത്തിയാൽ നമ്മൾ കറക്റ്റായി അവിടേക്ക് എത്തി കിട്ടണം. എത്താതിരിക്കുന്ന പ്രശ്നമല്ല. എന്തായാലും അതിനോടൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയാം,
അങ്ങേ തേടി ക്യാൻസർ എന്നുള്ള പേരിൽ ഒരു രോഗി വരാതിരിക്കട്ടെ. അവിടേക്ക് എത്തണം, തീർച്ചയായും അവിടേക്ക് എത്തണം. അവിടേക്ക് നമ്മുടെ രാജ്യം എത്തണം എന്നുള്ള ഒരു ആഗ്രഹവും അതിനുള്ള യുദ്ധത്തിലുമാണ് മലനാട് TV News4 ന്യൂസ് വാർ. ഞങ്ങള് ആ ഒരു മാധ്യമ യുദ്ധത്തിലാണ്. ക്യാൻസർ ഫ്രീ ഇന്ത്യ, പെസ്റ്റിസൈഡ് ഫ്രീ ഇന്ത്യ. എന്തായാലും അത്തരം ഒരുപാട് രോഗികൾക്ക് ഒരു ആശ്വാസം മാറുന്ന അങ്ങേക്ക് എല്ലാവരുമായ ആശംസകൾ. താങ്ക് യു വെരി മച്ച്. പൊതുവിൽ TV കാണല് പണ്ട് ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ TV കാണല് പൊതുവിൽ സാധിക്കാറില്ല. അങ്ങനെ ഇന്നലെയാണ് ഞാൻ ചില ആൾക്കാരോട് ചോദിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഇതിന്റെ ഭയങ്കരത എന്നെ ബോധ്യപ്പെടുത്തിയത്. അങ്ങനെ ഞാൻ കുറെ പേഷ്യൻസിൽ നിന്ന് വിളിച്ചൊന്ന് വരണ്ടെന്ന് പറയുകയും ചെയ്തത് നമ്മുടെ ഇന്റർവ്യൂ നടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും എനിക്കിങ്ങനെ മലനാട് TV ബന്ധപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കൂട്ടണം. അതാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ എല്ലാം കാലത്തിന് വിടാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വൈദ്യരെ കാണാനായിട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. ശരിക്കും നവമാധ്യമങ്ങളിലൂടെയും മൗത്ത് പബ്ലിസിറ്റിയിലൂടെയും മാത്രമാണ് ഡോക്ടറിൻ്റെ ഈ ചികിത്സാ രീതികളെക്കുറിച്ച് ഇവരെല്ലാം അറിഞ്ഞിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നും ഇരിങ്ങാലക്കുടയിൽ നിന്നും പട്ടാമ്പിയിൽ നിന്നും ഒക്കെയുള്ള വിവിധ ദേശങ്ങളിൽ നിന്ന് രാവിലെ 10 മണിക്ക് മുതൽ വൈദ്യരുടെ ചികിത്സ തുടങ്ങുന്നു. ഇപ്പോൾ ചികിത്സ തുടങ്ങി കഴിഞ്ഞു. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളികളിൽ മാത്രമാണ് വൈദ്യരുടെ ചികിത്സ ഇവിടെ നടക്കുന്നത്. ഇപ്പം നമുക്ക് മറ്റുള്ളവർ പറയുന്നത് പോലെ ഈ ചികിത്സ നേടിയവർ പറയുന്ന ഒരുപാട് അവരുടെ സാക്ഷ്യപ്പെടുത്തലുകളാണ് നിങ്ങൾ കേട്ടത്. എന്തായാലും തീരാ രോഗവേദനയുമായിട്ട് എത്തുന്നവർക്ക് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം നൽകാനുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അതുപോലെ തന്നെ വൈദ്യശാസ്ത്രശാഖയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള എത്തിക്സ് ഉള്ള ഒരു വൈദ്യരെ ആണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. മലനാട് TV ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നിങ്ങളിപ്പോൾ താഴെ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഫോൺ നമ്പർ നൽകുന്നുണ്ട്. ബ്രിജേഷ് നേരത്തെ ഇവിടുത്തെ ഒരു രോഗിയായിരുന്നു. അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും നമ്മളുടെ മറ്റ് ശാസ്ത്രശാഖകൾ പരാജയപ്പെട്ടെടുത്ത് അദ്ദേഹത്തിൻ്റെ ആ മസ്കുലർ ഡിസോർഡറിനെ മാറ്റിയെടുക്കുവാനായിട്ട് ഇവിടുത്തെ വൈദ്യർക്ക് സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സേവകനായി മാറുകയായിരുന്നു. ബ്രിജേഷിൻ്റെ നമ്പറാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങൾ വൈദ്യരിൽ നിന്ന് കേട്ടിട്ട് വന്നാൽ മതിയാകും. ഈ ഒരു നമ്പറിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. എന്തായാലും മലനാട് TV ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമായും മുഖങ്ങളിൽ അടുത്ത എപ്പിസോഡിൽ ഇതേപോലെ വിശേഷങ്ങൾ അനുമതിയുള്ള മറ്റൊരു വ്യക്തിയുമായി ഞാൻ കടന്നുവരാം. നന്ദി, നമസ്കാരം, ബൈ.